ഹലോ ഇൻവിസിബിലിറ്റി ഹലോ വർക്കാവുന്നു. ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു സിറ്റുവേഷണൽ ടോപ്പിക്കാണ് നമ്മൾ എടുത്തിടാന്ന് വിചാരിച്ചത്. പുസ്തകങ്ങൾ, യുദ്ധത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ. ഇപ്പം ഒരുപാട് കോൺഫ്ലിക്ട്സും വാർസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് യുദ്ധത്തിനെക്കുറിച്ചും പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി ബുക്സ് അബൌട്ട് വാർ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിങ്ക് അടുത്ത ഇടയ്ക്ക് ഞാൻ ഐ മീൻ ഈ യുദ്ധത്തിനെ കുറിച്ച് യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന പുസ്തകങ്ങളിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്ലോട്ടർ ഹൗസ് 5 എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടോ വായിച്ചിട്ടുണ്ടോ? കർട്ട് വോണഗട്ടാണ്. കേർട്ട് വോണഗട്ടിൻ്റെ ആണ്. അത് ഒരു സാധാരണ പുസ്തകമല്ല, അതൊരു ഇച്ചിരി ഒരു വിയേർഡ് പുസ്തകമാണ്. അപ്പം ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു സോൾജിയറാണ്, ആലൈഡ് ഫോഴ്സസിൻ്റെ സോൾജിയറാണ്. പുള്ളിക്കാരനെ അമേരിക്കൻ സോൾജിയർ. പുള്ളിക്കാരൻ യുദ്ധത്തിൽ ജർമ്മൻകാരുടെ തടവിലാകുന്നു. ഇതൊക്കെയാണ്. പക്ഷെ സംഭവിക്കുന്ന ഈ കഥ മുഴുവൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഏലിയൻസ് അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഒരു വേറൊരു ഏലിയൻ പ്ലാനറ്റിൽ പുള്ളി തടവിലിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ തടവിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ പുള്ളിയെ ഒരു ചില്ലുകൂടിൽ ഇട്ട് വെച്ചേക്കാണ്, വേറൊരു ഒരു ഒരു പെണ്ണിനെയും കൂടെ ചേർത്തിട്ട്. എന്നിട്ട് ഇവരെ അങ്ങ് ഒബ്സർവ് ചെയ്യാണ് ഈ ഏലിയൻസ്. അപ്പോൾ ഇൻക്ലൂഡിങ് ദെം പ്രൊക്രിയേറ്റിംഗ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അവർക്ക് എന്നിട്ട് അതിലൊരു കൊച്ചൊക്കെ ഉണ്ടാവും. അപ്പം ഈ പ്ലാനറ്റിൽ ജീവിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അവര് ടൈമിന് ഒരു ഡൈമെൻഷൻ ആയിട്ടാണ് കാണുന്നത്. സോ ദേ ക്യാൻ ഗോ റിയലി ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ടു ടൈം. അപ്പോൾ ആ സ്കില്ല് വന്നതോടുകൂടി ഇയാളും ബാക്ക് ആൻഡ് ഫോർത്ത് പോവുകയാണ് പല ടൈം ലൈൻസിൽ. അപ്പോൾ അതിൽ എന്നിട്ട് ഒരുപാട് ഭാഗം പറയുന്നത് ഇയാൾ ആ യുദ്ധത്തിൽ വേൾഡ് വാറിൽ ഇയാൾക്ക് സംഭവിച്ച കാര്യങ്ങളും ഇയാൾ കണ്ട കാര്യങ്ങളും, ഹൗ പീപ്പിൾ വെർ ബ്രോക്കൺ ഇൻ ദാറ്റ് വാർ, അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയും ഒക്കെ ഉണ്ട്. ഇപ്പം ആ പുസ്തകത്തിൻ്റെ ഒരു ക്യാച്ച് ഫ്രേസ് ഉണ്ട്, സോ ഇറ്റ് ഗോസ് ആൻഡ് സോ ഇറ്റ് ഗോസ്. ആ ലൈൻ ആണ് അതിൻ്റെ ഏറ്റവും റിപ്പീറ്റഡ് ലൈൻ. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും മരിക്കുമ്പോൾ ഈ ഏലിയൻസ് പറയുന്നതാണ് ആൻഡ് സോ ഇറ്റ് ഗോസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം ശരിക്കും ഉണ്ടാകുന്നില്ല. അവരുടെ ടൈം ലൈനിൽ മരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. കാരണം ഈ അതേ ആളിനെ തന്നെ നമുക്ക് വേറൊരു ടൈം സ്ലൈസിൽ പോയിട്ട് അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ മരണം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അത് ഒരു ടൈം സ്ലൈസിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആര് മരിച്ചു കഴിഞ്ഞാലും ആ പുസ്തകത്തിൽ ഇങ്ങനെ ആൻഡ് സോ ഇറ്റ് ഗോസ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത്. അപ്പൊ ഇതിൽ തന്നെ ഇയാള് സ്വന്തം മരണം പോലും ഇയാള് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്, ഈ പുസ്തകം ആദ്യം വായിച്ചിട്ട് എനിക്ക് ഒരു മണ്ണും ചുണ്ണാമ്പും മനസ്സിലായില്ല. കാരണം ഈ ബാക്ക് ആൻഡ് ഫോർത്തും എല്ലാം കൂടെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്രാഫിക് നോവൽ കിട്ടി. ആ ഗ്രാഫിക് നോവൽ വായിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ പിന്നെയും കുറച്ചും കൂടി മനസ്സിലായി. പക്ഷേ അഗൈൻ a large portion of this book is really talking about the war, the horrors in the war. അതൊക്കെയാണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു പർട്ടിക്കുലർ ഏതോ ഒരു ഫ്രാൻസിലോ എവിടെയോ ഒരു വില്ലേജില് ജർമ്മൻ സോൾജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന ആലൈഡ് ഫോഴ്സസ് അതിനെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് മരിച്ചു. അതിനെയൊക്കെ കുറിച്ചുള്ള കഥയാണ് കേർട്ട് വോണഗട്ടിന്റെ സ്ലോട്ടർ ഹൗസ് 5. ഞാൻ വായിച്ചിട്ടില്ല. It's not an easy read. It's actually a little bit of a difficult read. കുറച്ച് അധ്വാനിച്ച് വായിക്കേണ്ട സാധനമാണ്. I think I'll read the graphic novel. കേട്ടിട്ട് ഗ്രാഫിക് നോവൽ കുറച്ച് കിട്ടണം. ഗ്രാഫിക് മനസ്സിലായില്ലെങ്കിൽ നോവൽ പിന്നെ നല്ലതാ. ഗ്രാഫിക് നോവൽ പടമൊക്കെ നല്ലതാ. ഉള്ള ബുക്ക് വായിക്കാം. ചിത്രകഥ. അതെ. ഞാൻ നമുക്കറിയാൻ ഞാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് സ്റ്റോറി മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് പുള്ളി ആ. സയൻസ് ഫിക്ഷൻ ഒക്കെ എഴുതുന്ന ആളാണെന്ന് അപ്പൊ അറിയാം. ഉം. പുള്ളിയുടെ ഒരു
ടു ബി ഓർ നോട്ട് ടു ബി, ഇത് വാറിനെ പറ്റിയൊന്നുമല്ല. ഉം ഉം. അതായത് മറ്റേ ഒരു ഫ്യൂച്ചറിൽ, അതായത് ഇത്രയും വയസ്സ് കഴിഞ്ഞ്, അതായത് ഒരു ഒരു എന്താ പറയുക, സ്പേസ് കുറവാണ്, അപ്പോൾ ആളുകൾക്ക് റിസോഴ്സസ് കുറവാണ്, അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പണ്ടൊരു വാട്ട് ഹാപ്പൻ ടു വെനസ്ഡേ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരാൾക്ക് ഇത്രയും കുട്ടികളെ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രസവത്തിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടായാൽ അത് ഒരു എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു, അതായത് ട്വിൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ കാരണം അത്രയും റിസോഴ്സസ് അത്ര ഇതാണ്. അപ്പോൾ നിങ്ങൾ സാങ്ഷൻ നേരത്തെ ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങണം ടു പ്രൊക്രിയേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ആ സമയത്ത് ആ ഹോസ്പിറ്റലിലൊരു ഹോസ്പിറ്റലിലെ മ്യൂറൽ പെയിൻറ് ചെയ്യുന്ന ഒരാളും അവിടെ നിൽക്കുന്ന ഒരു നേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നതായിട്ടാണ് കഥ. അപ്പോൾ അതുവഴിയാണ് നമ്മളിതൊക്കെ അറിയുന്നത്. നല്ല രസമാണത്. നല്ലൊരു, എന്താ പറയുക, വളരെ ബ്ലീക്കായ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എനിക്കിത് കിട്ടാൻ കാരണം, ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഓഥറിനെ പറ്റി അറിയുന്നത്, നമ്മുടെ ഈ കഥ വായിക്കുന്നത് അതൊരു ഓഡിയോ ബുക്കായിട്ട് നമ്മുടെ പണ്ട് ചിപ്പ് മാഗസിൻ ഇല്ലേ, ചിപ്പ് മാഗസിനകത്ത് കുറേ ഓരോ സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഗുഡീസായിട്ട് വന്നത് ഈ ഓഡിയോ നോവൽസ് ആയിരുന്നു. ടു ബി ഓർ നോട്ട് ടു ബി, അങ്ങനെ കുറേ ഫേമസ് സയൻസ് ഫിക്ഷൻ ഓതേഴ്സിൻ്റെ കഥകളുടെ ഓഡിയോ ആയിരുന്നു. ലിബർ വോക്സിൻ്റെ ഓഡിയോസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓതറിനെ പറ്റി അറിയണത്. സ്ലോട്ടർ ഹൗസ് 5 എൻ്റെ ഉണ്ടായിരുന്നു. ഞാനിതുപോലെ തന്നെ വായിച്ചൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ തന്നെ ഇല്ല. കാരണം ഇത് തന്നെ, ഞാൻ DNF ആണ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് വായിച്ചതൊരു +2 ആ സമയത്തെങ്ങാണ്ട് വായിച്ചതാ. ഇപ്പോൾ ചിലപ്പോൾ കിട്ടിയാലും ഇപ്പോൾ എനിക്കറിയില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഡെൻസ് പ്രോസ് ഒക്കെ ആണെങ്കിൽ അത് എന്തുകൊണ്ടത് എടുത്ത് മാറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ലൈബ്രറി ബുക്കായിരുന്നു, സ്കൂൾ ലൈബ്രറിയിൽ ഇരുന്ന ബുക്കാണ് അത്. മേ ബി കോംപ്ലക്സ് ആയതുകൊണ്ടായിരിക്കാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാധനം ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അബ്രിഡ്ജ്ഡ് ആയിരുന്നു ഇരിക്കുന്നത്, പക്ഷെ അത് എന്നാലും എനിക്കെന്തോ അതങ്ങനെ കണക്ട് ആയില്ല. ഡെൻസ് കണ്ടന്റ് ആണ് ഈ പറഞ്ഞ പോലെ. അതാ സി, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ്. ദർ ആർ നോ റൈറ്റ് ബുക്സ് ഓർ റോങ് ബുക്സ്, ദർ ആർ ബുക്സ് ദാറ്റ് യു ആർ റെഡി ഫോർ. അതാണ് സത്യം. ഇപ്പൊ ചിലപ്പോൾ ചില ബുക്സിന് നമ്മൾ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ കുറച്ചുകൂടെ ഗ്രേ ഹെയർ വരുമ്പോൾ റെഡി ആവുമായിരിക്കും. ചില ബുക്സ് നമ്മൾ വിൽ നെവർ പ്രോബ്ലി ബി റെഡി ഫോർ ഇറ്റ്. ഞാനിത് ഈ ബുക്കിന് പകരം എടുക്കാവുന്ന മറ്റേ ബുക്കായിരുന്നു, എന്താ പറയുക, ഫാരൻഹീറ്റ് 351 അല്ലേ, നമ്മുടെ അയാളുടെ ആർതർ സി ക്ലാർക്കോ അല്ല, 450 ആർതർ ഹെയ്ലിയോ അല്ല, മറ്റേ ബുക്ക് ബാൻ ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ പറ്റിയിട്ട് പറയുന്ന ഒരു സംഭവമല്ലേ, 1984 ഒക്കെ പോലത്തെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഫാരൻഹൈറ്റ് 451. അതാരായിരുന്നു? റേ ബ്രാഡ്ബറി എന്ന് തോന്നുന്നു അല്ലേ? റേ ബ്രാഡ്ബറി ആണ് ഫാരൻഹീറ്റ് 451. അപ്പോൾ അതും ഇതും ഒന്നിച്ച് എടുത്തതാണ് ലൈബ്രറിയിൽ നിന്ന്. മീൻസ് അടുത്തടുത്ത് എനിക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. മീൻസ് അതെനിക്ക് വായിച്ചാൽ മനസ്സിലായി. അത് വായിച്ച് മനസ്സിലായതുകൊണ്ടാണ് ഈ സാധനം എടുത്തത്. സെയിം മറ്റേ ഇതിൻ്റെ ആയിരുന്നു, കളക്ഷൻ ആയിരുന്നു, അതായത് അബ്രിഡ്ജ് വേർഷൻസ് ആയിരുന്നു. ഓക്കെ, സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഫാൻറ്റസി, മറ്റേ 20,000 ലീഗ്സ് അണ്ടർ ദ സീയും ഒക്കെ ആ സമയത്ത് വായിച്ചതാണ്. അതേ മീൻസ് നമുക്ക് ലൈൻ ഓഫ് ബുക്സ് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് നമുക്ക് ആ ലാംഗ്വേജ് കൊള്ളാം, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിലുള്ള എല്ലാ ബുക്സും എടുക്കും. പണ്ട് അങ്ങനെയായിരുന്നു, ഓതർ നോക്കിയല്ലോ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പറഞ്ഞ പബ്ലിഷറുടെ ഈ സീരീസുള്ള ബുക്സ് എടുത്തു കഴിഞ്ഞാൽ വായിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ, അങ്ങനെ എടുത്തതാണ് സ്ലോട്ടർ ഹൗസ് 5. ഓക്കെ, All Quiet on the Western Front. വെസ്റ്റേൺ ഫ്രണ്ട് വളരെ ആന്റി വാർ കൃതികളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബുക്ക്. ഒരു ഷോർട്ട് ബുക്കാ. ഞാൻ പണ്ട് കുറെ നാളായി വായിച്ചിട്ട്. വെരി ടച്ചിങ് ബുക്ക്. അതിന്റെ ഒരു സിനിമ ഈയിടെ ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് സിനിമ ഉണ്ട്. ഇറ്റ്സ് നൈസ്. തുടങ്ങുമ്പോ നല്ല രസമാണ്. ലൈക്ക് ഒരു 19 വയസ്സുള്ള ഒരു പയ്യൻ ജോയിൻ ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ബുക്കിലുള്ളതായിരിക്കില്ല, നമ്മുടെ സിനിമയിലുള്ള സീനുണ്ട്. ഇവന് യൂണിഫോം കൊടുക്കുമ്പോ ഈ യൂണിഫോമില് വേറെ ഏതോ സോൾജറിന്റെ പേരാണ് വെച്ചേക്കുന്നത്. ഇവനത് പറയുമ്പം ടൈലറില്ല, എന്റെ ഓഫീസറും ആ ടാഗ് വലിച്ചെടുക്കളെ, എന്നിട്ട് പറയും സോറി, അത് മാറിപ്പോകുന്നതാണ്, ഇരിക്കുമ്പോൾ മാറിപ്പോകുന്നതാന്ന് പറയും. ആക്ച്വലി ഇത് യുദ്ധത്തിൽ മരിച്ചവരുടെ റീപർപ്പസ് ചെയ്യുന്നതാണ്. ബൂട്ട്സും ക്ലോത്ത്സും.
So അത് itself നമുക്കൊരു ടോൺ സെറ്റ് ചെയ്യും, and it's in a way it's sad. And it shows the innocence of that soldier. Actually, our book is really about loss of innocence. True. Of course, in the end, there is loss of life. I mean, തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം there is only one place this is going. അത് ആ എൻറ്റയർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധവുമായിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്ന ഒരു ജർമ്മൻകാരൻ, ഒരു വില്ലേജർ, ഒരു പയ്യനെ പിടിച്ച് ആർമിയിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച്, എന്നാലും ഫുൾ ട്രെയിനിങ് ഒന്നും അല്ല, ഒരു പകുതിക്ക് ട്രെയിൻ ചെയ്ത് കുറെ ബ്രൂട്ടലായ, അതിൻ്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുത്തൻ ഓടും, ബാക്കി എല്ലാവരും ചേസ് ചെയ്യും, അവനെ പിടിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇടിക്കും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കുറെ വെരി ബ്രൂട്ടൽ ട്രെയിനിങ് ചെയ്തിട്ടാണ് അവനെ അങ്ങനെ ആക്കിയത്. ഇപ്പം അത് വേൾഡ് വാർ 1 സെറ്റ് ചെയ്തതാണ്. ആ സമയത്ത് ജർമ്മനി ശരിക്കും പറഞ്ഞ ആർമി എന്ന് പറഞ്ഞാൽ അണ്ടർ ഫെഡ് ആണ്, അണ്ടർ ട്രെയിൻഡ് ആണ്, ആൻഡ് എന്താ പറയാ, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. കൊച്ചു പിള്ളേരെയാണ്, കൊച്ചു പയ്യന്മാരാണ്. നമുക്ക് ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ വല്ലതാ തോന്നും. കാരണം ഇറ്റ്സ് ഓൾ 19 years old 18 years old എന്നൊക്കെ പറയുമ്പോൾ പിള്ളേര് ഏജ് കുറച്ച് കള്ളം പറഞ്ഞിട്ട് വരെ പട്ടാളത്തിൽ പോയി ചോദിച്ചു. That was the sad fact of life then. It's like you said, അത് ഒരു ലോസ് ഓഫ് ഇന്നസെൻസ് ആണ്. അവിടെ ചെന്നിട്ട് പതുക്കെ he starts losing his friends, gets tired, അവർക്ക് റേഷൻസ് കുറവാണ്, എക്യുപ്മെന്റ് മോശമാണ്. അത് ഇവഞ്ച്വലി ഇവര് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബുക്കിന്റെ ടൈറ്റിൽ. ഇവര് വിളിച്ച് വയർലെസ്സിൽ കൂടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓൾ ക്വയറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് എന്നുള്ളത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അങ്ങനെ പറയുന്നത് തോന്നുന്നു, ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട്. It's a must read. Sorry, when we talk about loss of innocence, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നല്ലേ പണ്ട് മാതൃഭൂമിയില് 9/11 കഴിഞ്ഞിട്ടുള്ള വാറിന്റെ സമയത്ത് വാറൊക്കെ തുടങ്ങി ഒരു വിത്തിൻ എ ഇയർ ഓർ മേബി 6 months കഴിഞ്ഞിട്ട് there were photos of soldiers, okay, when they joined. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2 സോൾജേഴ്സിന്റെ പടമാണ് ഉണ്ടായിരുന്നത്. They were again 18-19-year-old boys. And I was also 18. ആ സമയത്ത് 18-19 years ആണ്. അപ്പം they were similar ഏജിലുള്ള 2 ബോയ്സിന്റെ പടമാണ്. The first photo, they look like regular college kids. നല്ല സ്കിന്നും കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണും, ലൈക്ക് അങ്ങനത്തെ. അത് കഴിഞ്ഞിട്ട് a year after, 6 months after, war കഴിഞ്ഞിട്ടില്ല, when you look at them, you see it on their face. There is no prose required to explain what they would have gone through, because their skin has turned into a grayish pallor. ഇതൊക്കെ പോയി, ആ ചബ്ബിനെസ് ഒക്കെ പോയിട്ട് ഇറ്റ്സ് ബിക്കം ഗോണ്ട്. their eyes have lost the shine. കണ്ണ് ശരിക്കും കുഴിയിലിരിക്കുന്ന മാറ്റ കണ്ണൊക്കെ ആയിട്ട്. It was a stark picture of loss of innocence. It's been what, 20-25 years കഴിഞ്ഞിട്ടും I remember these 2 photos in my room. That is the impact war has on people. ഒരു ഫ്രേസ് ഉണ്ട്, the 1000 yard stare എന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോയിട്ട് PTSD ഒക്കെ അടിച്ചു വരുന്ന സോൾജേഴ്സിൽ കാണുന്നൊരു സംഭവമാണ് ഈ 1000 yard stare. പക്ഷെ അവർ വെറുതെ ഇരിക്കുമ്പോൾ they stare into something. വിദൂരതയിലുള്ളത് എന്തോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. അതെ, ആ ട്രോമ അഫക്ട് ചെയ്യുന്നതാണ്. ടോള് ലൈക്ക് റിയലി റിയലി അൺനാച്ചുറൽ. ഇപ്പം ഞാൻ ഈ യുദ്ധത്തിന്റെയൊക്കെ ഒരു അക്കൗണ്ട്സ് വായിക്കുമ്പോൾ, ചില ബാറ്റിൽസിന്റെ അക്കൗണ്ട്സ് വായിക്കുമ്പോൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു വെടിവെപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് സോൾജേഴ്സിന് അത് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ഛർദി വരും. ബിക്കോസ് ഒരു 10-15 മിനിറ്റ്സിലേക്ക് നല്ല ഹെവി സൗണ്ട്സ് അടിക്കുന്നത്. ആ സ്ട്രെസ് കാരണം ചിലപ്പോൾ ചിലർക്ക് അവിടെ വയറിളക്കം വരും, ചില ഛർദിക്കും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ആ ട്രോമയൊന്നും നമ്മളധികം പഠിച്ചിട്ടില്ല. നമ്മളത് ഈവൻ സക്സസീവ് ഗവൺമെന്റ്സ് ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യം. എൻ്റെ ഒരു കൊളീഗിന്റെ ബ്രദർ വാസ് ഡോക്ടർ ഇൻ ശ്രീലങ്കയിലെ സിവിൽ വാർ. ശ്രീലങ്ക
അവര് ശ്രീലങ്കയില് വാറിന്റെ സമയത്ത് he was part of the Doctors Without Borders ഒക്കെ റെഡ് ക്രോസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. And he was telling me after all these years his brother would never talk about the war. Never. Then they moved to Australia. ഇവിടെ വന്നപ്പം I don't think he actually had to give an exam or anything because his years of experience working in war zone ഇതില് I think he got എന്താ പറയുക ഇവിടുത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ള he got his rights. Still doesn't talk about it. To his own family, he doesn't talk. There is no, they can't, the horrors that he has seen, പുള്ളിക്കത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് when you're a soldier, you're a doctor in the war, sort of horrors you see, നമുക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമാണ്. It's very easy to be in South Kerala and say പോയി പാകിസ്ഥാനിൽ വെടിവെക്കുക, അവിടെ പോയി വെടിവെക്കുക, ചൈനയിൽ വെടിവെക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല ബോർഡറിൽ പോയിട്ട് വെടിവെക്കാൻ നോക്കുമ്പോൾ. വാർ മോങ്കറിങ് can be done നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അവന്റെ വെടിവെച്ചിട്ട്. Armchair generals എന്ന് പറയുന്ന പരിപാടി. So we need to be very careful when we are inciting അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അധികവും ഡ്രോൺ വാഴ്സ് ആണ്. ഡ്രോൺസും അങ്ങനെ ചെറിയ ചെറിയ വലിയ വിലയില്ലാത്ത മെഷീനറി ഉപയോഗിച്ച് ഇനിയിപ്പോ ടോൾ ഏറ്റെടുക്കേണ്ട സിവിലിയൻസ്. അതെ കറക്റ്റ്. ഇല്ല ഇതില് വേറൊരു സിറ്റുവേഷൻ കൂടെ വരുന്നുണ്ട്. ഒരുപാട് AI എനേബിൾഡ് വെപ്പൺസ് വരുന്നുണ്ട്. അപ്പം ഇപ്പോഴും AI എനേബിൾഡ് വെപ്പൺസിൽ റിസർച്ച് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് മോർ ഓൺ ഡിഫെൻസീവ് വെപ്പൺസ് റാദർ ദൻ ഒഫെൻസീവ് വെപ്പൺസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിനെ വെടിവെച്ചിടുക, റെക്കഗ്നൈസ് ചെയ്യുക, വെടിവെച്ചിടുക, അതിനെ AI ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒഫെൻസീവ് വെപ്പൺസിൽ കൊടുത്തിട്ടില്ല. ദ മൊമെന്റ് യു ആർ ലെറ്റിംഗ് ഒഫെൻസീവ് തൽക്കാലത്തേക്കില്ല എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ദെയർ ഇൻ ദ ഓപ്പൺ. ബട്ട് ഇഫ് യു ഓപ്പൺ ദാറ്റ് ഔട്ട് ഇറ്റ് ഇസ് എ ക്യാൻ ഓഫ് വേംസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓൾ നോ ഹൗ മച്ച് AI ഹലൂസിനേറ്റ്സ്, റൈറ്റ്? അപ്പം എന്തെങ്കിലും ഇതുപോലൊരു മാസ് ഡിസ്ട്രക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അറിയാതെ AI ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് പ്രോബബ്ലി ദ എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി. അഫ്ഗാനിസ്ഥാൻ വാറിന്റെ സമയത്ത് സ്മാർട്ട് ബോംബ് യൂസ് ചെയ്ത സംഭവം ഓർമ്മയുണ്ടോ? The moment a weapon actually fails in the sense it fails to serve its intended purpose. Like smart bomb was supposed to target only a particular and it was supposed to target only a particular group, or it was actually programmed to target a particular set of resources in the field. പക്ഷേ ഇവിടെ എന്തോ ലക്ഷ്യം തെറ്റി അത് ഒരു സ്ത്രീകളും കുട്ടികളും ഉള്ള ഒരു ഭാഗത്ത് വന്ന് വീണു, കുറച്ച് പേര് മരിച്ചു. ആ സമയത്ത് അത് കൊല്ലപ്പെട്ടു. ആ സമയത്ത് അത് വലിയ ചർച്ചയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഷക്ഡ് ഓഫ് ആസ് എ വൺ ടൈം എറർ. അന്ന് ഡിഫൻസ് സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫെൽഡ് ആയിരുന്നു തോന്നുന്നു. പുള്ളി എങ്ങാണ്ടത് പുള്ളിയുടെ സ്പോക്സ് പേഴ്സണോ അത് അങ്ങനെ അങ്ങ് പറയുക ചെയ്ത്. അപ്പം ഇറ്റ്സ് ഓൾവേസ് ബൗണ്ട് ടു ഫെയിൽ. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സിവിലിയൻസ് അവരതിനെ ഷഗ് ഓഫ് ചെയ്യുന്നത് കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു എളുപ്പമുള്ള പദമാണ്, രണ്ടക്ഷര വാക്കിലങ്ങ് തീർക്കാം. അത് ആർക്കും സംഭവിക്കാം. ഇപ്പോൾ ബഹ്റൈനിലൊക്കെ പറയുന്ന പോലെ മോളിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മിസൈലിൻ്റെ ഫ്ലൈറ്റ് പാത്ത് കാണാം, അതെങ്ങനെ എങ്ങോട്ട് പോകുന്നു. ജെറ്റ് പ്ലെയിൻ പോകുന്നതല്ല, അത് 3-4 ജെറ്റ് പ്ലെയിനും അങ്ങനെ പോകാറില്ല. അത് തന്നെയാണ്. പിന്നെ ഈ മറ്റേ അയൺ ഡോമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അയൺ ഡോം വെച്ചൊക്കെ നമുക്ക് ചെയ്യാം, അതിനെ ഇൻ്റർസെപ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫോളോ ഔട്ട് വേറെയാണ്. അതായത് ഈ നമുക്ക് മറ്റേ മിഡിൽ ഈസ്റ്റിലെ ഡേറ്റാ സെൻറ്റർ ഒക്കെ തകർന്നതും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോളോ ഔട്ട് കാരണമാണ് പറഞ്ഞത്. ഓർഡിനൻസ് അതിന്റെ മുകളിൽ നിന്ന് എക്സ്പ്ലോഡ് ചെയ്യിപ്പിച്ച് കളയും, ബട്ട് സ്റ്റിൽ ഡെബ്രി വീണും ആളുകൾ മരിക്കുന്നുണ്ട്. അതെ. എനിവേസ് ബാക്ക് ടു ദ ബുക്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ അപ്പോക്കാലിപ്സ് നൗ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടോ? ഫ്രാൻസിസ് ഫോർഡ് കപ്പോള. I mean, it is supposed to be one of the most famous anti-war movies of all times. Actually, Apocalypse Now is based out of a book called The Heart of Darkness. Heart of Darkness എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമാണ്. ജോൺ കോൺ.
ആ അത് കോങ്കോയുടെ കൊളോണിയലൈസേഷനെ കുറിച്ചുള്ളതായിരുന്നു ഈ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഈ കോങ്കോയില് കൊളോണിയലൈസേഷന് പോയ ഒരാള് ഇതുപോലെ അപ്പ് റിവർ പോയിട്ട് അവിടെ പുള്ളി ഒരു വാർലോഡായി പുള്ളി സ്വന്തമായിട്ടൊരു സാധനം സെറ്റപ്പ് ചെയ്തിട്ട് അയാളെ തപ്പി ദേരിക്കണം. അപ്പോൾ അയാളെ തപ്പി പോകുന്നത് ആണ് മോഡേണൈസ് ചെയ്ത്, ഇത് 1890s പുസ്തകമാണ്, അതിനെ എടുത്ത് മോഡേണൈസ് ചെയ്ത് വിയറ്റ്നാം വാറിലോട്ട് പോർട്ട് ചെയ്തതാണ് അപ്പോകാലിപ്സ് നൗ. ഈ രണ്ടും അവസാനിക്കുന്നത് മറ്റേ ദ ഹൊറേഴ്സ് എന്ന് പറയുന്ന ലൈനിലാണ് രണ്ടും അവസാനിക്കുന്നത്. എൻ്റെ ഒരു ക്ലയന്റ് ആണ് ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. നല്ല ഷോർട്ട് ബുക്കാണ്, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. നോവലാണ്, ഇറ്റ്സ് നോട്ട് എ ഫുൾ ലെങ്ത് നോവൽ, ഒരു നോവലയാണ് സാധനം. വായിക്കണം, സിനിമയും കാണണം, രണ്ടും എൻ്റെ പെൻഡിങ് ലിസ്റ്റിൽ. അപ്പോകാലിപ്സ് നൗ ഞാൻ കണ്ടതാണ്. സിനിമ കണ്ടതാണ്. പിന്നെ അതുപോലെ ഈ ഞാനൊരു വേറൊരു ബുക്ക് പറയാൻ വന്ന മോഡേൺ വാർഫെയറിൽ ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതും ഒരു ബേസ്ഡ് ഓൺ ദ ബുക്കാണ്. ബുക്ക് ഇച്ചിരി ഭയങ്കര വലുതാണ്, അത് കാരണം ഞാനത് ഫുള്ള് വായിച്ച് തീർത്തില്ല. ഞാൻ വായിച്ച് തുടങ്ങി, പക്ഷെ അതിൻ്റെ ഇടയിൽ വെച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ഔട്ട് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു US ആർമി ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഈ US ആർമി ഔട്ട് പോസ്റ്റിന്റെ ചുറ്റും മലകളാണ്. അപ്പൊ ഈ മലകളിൽ മുഴുവൻ അഫ്ഗാനി ട്രൈബൽസ് ആണ് അവിടെ ആ മലകളിലെല്ലാം താമസിക്കുന്നത്. അപ്പം ഇവരിൽ പലരും, ഈ ട്രൈബൽസിൽ പലരും US-നോട് ഗ്രഡ്ജുള്ള ട്രൈബൽസ് ആണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ജനറൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബൽസുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുകയാണ്. കാരണം ഇവരുടെ പ്രശ്നം, ഈ ഔട്ട് പോസ്റ്റ് എക്സ്ട്രീംലി ഇൽ എക്യുപ്ഡ് വിത്ത് റെസ്പെക്ട് ടു നാച്ചുറൽ ഡിഫൻസസ്. ആലോചിച്ച് നോക്ക്, ചുറ്റും മല, ഈ മലയുടെ നടുക്കൊരു കുഴിക്കകത്താണ് ഇവന്മാരിയ്ക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഹൈ വാൻറ്റേജ് പോയിന്റ്സ് ആണ് അവിടെ ഉള്ളത്. സിറ്റിംഗ് ഡക്സ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സംഘം ആളുകളുടെ കഥയാണ്. ആക്ച്വലി ദർ വാസ് ആൻ അറ്റാക്ക് ആൻഡ് ദേ സക്സസ്ഫുള്ളി റിപ്പീൽഡ് ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് കാഷ്വാലിറ്റി. അപ്പോൾ അതാണ് ഈ ഔട്ട് പോസ്റ്റിന്റെ കഥ. ഞാൻ പുസ്തകം കുറച്ചേ വായിച്ചുള്ളൂ, എനിക്കതങ്ങ് ഒരുപാട് വായിക്കാൻ പറ്റിയില്ല. ബട്ട് ദ മൂവി വാസ് റിയലി റിയലി ഗുഡ്. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ആക്ച്വലി ഒന്ന് കണ്ടു നോക്കും, നല്ല പടമാണ്. ഒർലാൻഡോ ബ്ലൂം ഒക്കെയാണ്. പിന്നെ അതുപോലെ കണ്ടംപററി ബുക്സ് ബേസ്ഡ് ഓൺ നോവൽസിൽ നമ്മുടെ ഇതുണ്ട്, അമേരിക്കൻ സ്നൈപ്പർ. ഞാൻ നോവൽ പകുതി വായിച്ചു, ബട്ട് ടു ബി വെരി ഓണസ്റ്റ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ എ വെരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെർസ്പെക്റ്റീവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും ബാഡ് ഗൈസ് എന്നൊക്കെ റെഫർ ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെർസ്പെക്റ്റീവിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതും ബട്ട് സ്റ്റിൽ ഇറ്റ് ടോക്സ് അബൌട്ട് ട്രോമ ആൻഡ് PTSD. പുള്ളി ഒരു ഭയങ്കര ഹൈലി സക്സസ്ഫുൾ സ്നൈപ്പർ ആയിരുന്നിട്ട് പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായ ട്രോമയും PTSD ഒക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് അമേരിക്കൻ സ്നൈപ്പർ. ഞാനിത് മിഡിൽ ഈസ്റ്റിലെ ഫോൾട്ട് ലൈൻസിനെ കുറിച്ച് പറയായിരുന്നു. നമ്മുടെ ഈ ട്രൈബ്സിന്റെ കാര്യം പറഞ്ഞപ്പം ഇത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ആഫ്രിക്കയിലെ രാജ്യങ്ങളും അവർക്കൊരു ട്രൈബൽ ഹിസ്റ്ററി ഉണ്ട്, റാദർ ദൻ ജിയോഗ്രഫിക്കൽ ബോർഡേഴ്സ്. ഇവർ നമ്മൾ ഇന്റേണൽ സിവിൽ വാർസിന് എപ്പോഴും പ്രശ്നം വരുന്നത് ബിറ്റ്വീൻ ദീസ് ട്രൈബ്സ്, അല്ലാണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിപ്പെടാൻ നേരില്ല. കാരണം ഇവര് ഈ ബോർഡേഴ്സ് വരച്ചത് ബേസ്ഡ് ഓൺ ഡെയർ അണ്ടർസ്റ്റാൻഡിങ്, കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് കൺട്രീസിനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ജോഗ്രഫിയെ കുറിച്ച് അവര് മനസ്സിലാക്കി വെച്ചിട്ടാണ് അവര് ഡിവൈഡ് ചെയ്തത്. ഓ, ഇത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജ്യം, ഇത് നിങ്ങൾക്ക് അല്ല, അവര് പേപ്പറിൽ മാർക്ക് ചെയ്യുക ചെയ്തിരുന്നത്, സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചാ വരച്ചത്. പല ആഫ്രിക്കൻ കൺട്രീസിന്റെ ബോർഡർ നോക്കിയാലും അറിയാം, എല്ലാം ടേബിളിൽ മാർക്ക് ചെയ്തതാണല്ലോ. സെയിം തിങ് ആണ് മിഡിൽ ഈസ്റ്റിലും. അവർക്ക് ട്രൈബ്സ് ഉണ്ട്. UAE ജയിക്കാൻ അതാണ് അതിന്റെ പ്രശ്നം. പഴയ ഓട്ടോമൻ എംപയർ ഇവര് പിടിച്ചെടുത്തിട്ട് അത് ഓരോരോ ഫാമിലിക്ക് ഇന്ന ഭാഗം കൊടുക്കുക ചെയ്തു. അപ്പൊ അതൊക്കെയാണ് മെയിൻലി ഓരോ പ്രശ്നങ്ങൾ. പാർട്ടീഷൻ ചെയ്യില്ലേ, വടക്കേ കണ്ടത്തിരിക്കട്ടെ.
അഫ്ഗാനിസ്ഥാനിലും ഒരു പരിധി വരെ ഇതൊക്കെയാണ്, ഈ ട്രൈബൽ ലോയൽറ്റീസ് ആണ് ഒരു ഫാക്ടർ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഇപ്പൊ അല്ല തന്നെ റീബ്രാൻഡിങ് കുറെ നടക്കുവാണല്ലോ. ഈ ഉം. പണ്ട് താലിബാൻ ഭയങ്കര മോശമാണ്, പിന്നെ പതുക്കെ ഗുഡ് താലിബാൻ ഉണ്ട്, ബാഡ് താലിബാൻ ഉണ്ട്, ഹക്കാനി നെറ്റ്വർക്ക് ഉണ്ട്. എല്ലാത്തിന്റെയും റൂട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ തുടക്കം കൊളോണിയലിസ്റ്റ് റൂളാണെന്ന് മനസ്സിലാവും പല പ്രശ്നങ്ങളുടെയും. ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പൊ ഗാസ സ്ട്രിപ്പ് തന്നെയാണ്. അപ്പൊ ഗാസ സ്ട്രിപ്പൊക്കെ ഈ എല്ലാം തുടങ്ങി വെച്ചത് ആരാണെന്ന് നമുക്കറിയാം. സൂര്യൻ അസ്തമിക്കാത്തൊരു സാമ്രാജ്യമാണ് തുടങ്ങി വെച്ചത്. ചുരുക്കത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ റൂട്ട് ഓഫ് ഓൾ ഈവിൾ പറയല്ല, അത് അവരുടെ കാര്യമായിരുന്നു. റൂട്ട് ഓഫ് ഓൾ ഈവിൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അത് പല പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കും ഒരേ സ്ഥലം വെച്ചിട്ട്. ജ്യൂസിന് എനിക്ക് സൈക്സ് പിക്കോട്ട് ഇതിരിപ്പുണ്ട്, ട്രീറ്റ് ചെയ്യണ്ടായിരുന്നു. അതനുസരിച്ച് അവർക്ക് പാലസ്തീനിൽ കുറച്ച് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു, അറബ്സിന് പാലസ്തീൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് വാഗ്ദാനം ചെയ്യും, അവസാനം പിന്നെ കീറി മുറിച്ചു കൊടുക്കാൻ നോക്കും. അപ്പൊ ആർക്കും ഇഷ്ടപ്പെടും. വിസ്മയം പോയി താലിബാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു അതുകൊണ്ട് 2020 അത് ഈ വിസ്മയം എന്നൊക്കെ മാധ്യമം പറഞ്ഞു കഴിഞ്ഞാൽ 10 അടിക്കണം. അത് ഈ മാധ്യമം പോലുള്ള മീഡിയ വൺ മീഡിയ ബാൻ ചെയ്ത സംഘടനകൾ പേരുമാറ്റി അവർ വേറൊരു പേരിലേക്ക് വരുമ്പോൾ അവർ കുറെ കൂടി എന്താ പറയാ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവർക്കൊരു മോഡേൺ ഔട്ട്ലുക്ക് വന്നു എന്നൊക്കെ കാണിച്ചിട്ട് അവർ പതുക്കെ മീഡിയയിലേക്കും അങ്ങനെ മീൻസ് കുറച്ചുകൂടി എന്താ പറയാ PR വർക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അവർ സോഷ്യൽ മീഡിയയും കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു പരിപാടിയാണ്. മെയിൻ സ്ട്രീമിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഇങ്ങനെയുള്ള പലതിനെയും വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ആഫ്റ്റർ 5 years you know what is happening in Afghanistan. Right. ഞാൻ വേറൊരു ആസ്പെക്ട് പറയാൻ പോയതായിരുന്നു യുദ്ധങ്ങളുടെ. ഇപ്പൊ പലപ്പോഴും നമ്മൾ യുദ്ധം ഒരു പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും, നമ്മുടെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും നമ്മളത് ഒബ്സർവ് ചെയ്യുന്നത്. മറ്റേ പെർസ്പെക്റ്റീവ് എന്നുള്ളത് നമ്മൾ അറിയത്തില്ല. എനിക്ക് ചൈനയെ പറ്റി അവിടുത്തെ ഒരു ചൈനക്കാരനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യയും ചൈനയായിട്ട് 62 ഒരു യുദ്ധം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചൈനക്കാർക്ക് ആർക്കും അറിയില്ല. അവരോട് ചോദിച്ചാൽ ഇന്ത്യ ചൈന യുദ്ധം എന്തിന് എന്നേ ചോദിക്കത്തുള്ളൂ. അവരെ സംബന്ധിച്ചോളം വളരെ ലോ ലെവൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. നമുക്കാണ് അതൊരു ഭയങ്കര ട്രാജിക് ഒരു ഡിഫീറ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. കാരണം നമുക്ക് വേറെ ഡിഫീറ്റ്സ് ഒന്നും ഇല്ല. ഈ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധങ്ങളെല്ലാം വിക്ടറീസ് ആണ്. മാക്സിമം പോയ സ്റ്റേൽമേറ്റ് എന്ന് വിളിക്കാം 65-ല്. ബട്ട് അതർവൈസ് എല്ലാം വിക്ടറീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചൈന യുദ്ധമാണ് നമുക്ക് ആക്ച്വലി ടെറിട്ടറിയൽ ലോസ് ആയിട്ട് നടക്കുന്നത്. നെവിൽ മാക്സ്വെൽ എന്ന ഓതറിന്റെ ഇന്ത്യാസ് ചൈന വാർ എന്നൊരു ബുക്ക്, അത് ഇന്ത്യയിലുള്ളവര് നമ്മൾ അത് തള്ളിക്കളയിക്കണം. അതൊരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയും. അത് ചൈനീസ് പെർസ്പെക്റ്റീവോട് സിമ്പത്തൈസ് ചെയ്യുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് തള്ളിക്കളയും. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. ഇതനുസരിച്ച് ആക്ച്വലി നമുക്ക് ഇന്ത്യയും ചൈനയായിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർ വരച്ച വരയാണ്. ഇതില് ജമ്മു ആൻഡ് കാശ്മീരിന്റെ റൈറ്റ് സൈഡിലുള്ള ഇയർ, കിഴക്കേ ഭാഗത്തുള്ള ഇയർ സൈച്ചി എന്ന് പറയത്തില്ല, അതാണ് അറിയാമല്ലോ, ലഡാക്കുമായിട്ടൊക്കെ ചേർന്ന് നടക്കുന്ന ആ ഭാഗം. അത് ആക്ച്വലി ഇപ്പോ സിയാച്ചിൻ വേറെയാണ്. സിയാച്ചിൻ ഇത് അക്സൈച്ചിൻ പ്ലാറ്റോ, ലഡാക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ചെവിയാണ്. അത് ആക്ച്വലി ഇപ്പം ചൈനയുടെ കൺട്രോളിലാണ്. നമുക്കത് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ 2 ചെവിയുണ്ട്, പക്ഷെ 2 ചെവി ഇല്ല. ഒരു ചെവി അപ്പുറത്ത് പാകിസ്ഥാനിലും കൊണ്ടുപോയി, ഈ ഇപ്പുറത്തെ ചെവി ചൈനക്കാരും തോളിയിരുന്ന് ചെവി തിന്നുന്നവന്മാര്. അപ്പൊ അതിന്റെ ഒരു കഥ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന കഥ എന്താണ്, 62-ല് ചൈനക്കാര് വന്നു, സ്ഥലം പിടിച്ചെടുത്തു, ഇന്ത്യക്കാരെ ഡിഫെൻഡ് ചെയ്യാൻ പോയി, അങ്ങനെ നമ്മളവർ പുറത്താക്കിയെന്നാണ്. ഇതിനകത്ത് ഈ ബുക്കിനകത്തുള്ള സമ്മറി ഇതാണ്: ഈ ചൈനക്കാർ ഒരിക്കലും ഈ ബ്രിട്ടീഷുകാർ വരച്ച വര അംഗീകരിക്കുന്നില്ല. അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ എംപയർ
ഒരു വളരെ വീക്ക് പൊസിഷനിലായിരുന്നപ്പോൾ അവർ ഞങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചൊരു ബൗണ്ടറിയാണ്. ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല. ഇതാണ് ഞങ്ങളുടെ ടെറിട്ടറി എന്ന് പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ചോളം ദീസ് ആർ ദ ടെറിട്ടറീസ് ദാറ്റ് വി ഹാവ് ഇൻഹെറിറ്റഡ്. ഞങ്ങളുടെ സ്ഥലം തന്നെ, ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സ്ഥലം, ഞങ്ങളുടെ സ്ഥലമൊക്കെ അപ്പുറത്ത് പോയാലും അത് ഞങ്ങളുടെ അല്ല. പിന്നെ നിങ്ങളുടെ ട്രഡീഷണൽ സ്ഥലം ഇപ്പുറത്ത് വന്നാൽ അത് ഞങ്ങളുടെയാണ്. അതാണ് ബോർഡേഴ്സ് ആണ് ചെയ്തത്. അപ്പം ഈ സ്ഥലം ആക്ച്വലി ആൾക്കാരും ഇല്ല, ബാരൻ ലാൻഡാണ്. ബട്ട് ചൈനക്കാർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് സിങ്ജിയാങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് പ്രൊവിൻസ് ഉണ്ട്, നല്ലൊരു മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഉയ്ഗുർ എന്നൊരു വിഭാഗമുണ്ട്, ആ പോപ്പുലേഷൻ ഉള്ളതാണ്. സോ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് റോഡ് വേണം. റോഡ് പണിയാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഈ അക്സൈച്ചിലാണ്. ലേറ്റ് 50s ഒരു ചൈനീസ് ഡെലിഗേഷൻ വന്ന പെർമിഷൻ ചോദിച്ചാണ്, ഞങ്ങൾക്ക് ഇവിടെ കൂടെ ഒരു ഹൈവേ പണിയണം, ഇന്ത്യൻ ഓവർ. പക്ഷെ ചൈനക്കാർ തിരിച്ചു പോയിട്ട് അവർ നോക്കുമ്പോൾ ഇവിടെ ആൾവാസമൊന്നും ഇല്ല, അവരങ്ങ് പണിഞ്ഞൊരു റോഡ്. 62 അടുത്തപ്പോഴാണ് ഇന്ത്യക്കാർക്ക് പതുക്കെ മനസ്സിലായത് റോഡുണ്ട്, ചൈനീസ് പ്രസൻസ് ഉണ്ട്, അവിടെ പാട്രോളിംഗ് ഒക്കെ നടക്കുന്നു. അപ്പൊ ഓൾറെഡി 62 ആയപ്പോഴേക്ക് ഓൾറെഡി ചൈനക്കാർ ഇത് കൈയടക്കി കഴിഞ്ഞു. പിന്നെ ഇന്ത്യക്കാരത് ഈ ചൈനക്കാരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനക്കാരുടെ പൊസിഷൻസിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്യും. നമുക്ക് ഡയറക്റ്റ്ലി യുദ്ധം പോകാൻ പോയി, കാരണം വി ആർ ഫ്രണ്ട്ലി കൺട്രീസ്. ഹിന്ദി ചീൻ ബൈ ബൈ. ഹിന്ദി ചീനി ബൈ ബൈ. അപ്പം അവരെ പതുക്കി എൻസർക്കിൾമെന്റ് തുടങ്ങി കഴിഞ്ഞപ്പം എൻസർക്കിൾമെന്റ് എല്ലാം ഒരു പ്രശ്നമുണ്ട്. ചൈനക്കാരിക്കും നല്ല അടിപൊളി പൊസിഷനായിരിക്കും. ഈ എൻസർക്കിൾ ചെയ്യാൻ വരുന്ന ഇന്ത്യക്കാർ വരുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, ആർക്ക് എപ്പോ വേണമെങ്കിലും വെടിവെച്ച് വീഴ്ത്താൻ പറ്റുന്ന പൊസിഷനിലായിരിക്കും. സോ ഫ്രം എ മിലിറ്ററി പെർസ്പെക്റ്റീവ് അത്ര നല്ല ഐഡിയ അല്ലായിരുന്നു. പക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പുഷ് ചെയ്തതാണ് നെഹ്റു, കൃഷ്ണദേവനും ഒക്കെ. അന്ന് ഇന്ത്യയുടെ ഈ മിലിറ്ററി തലപ്പത്തിരിക്കുന്ന ആള് പോൾ ആണെന്ന് തോന്നുന്നു. പുള്ളി he doesn't have much of an experience, military experience. Again, അത് പുള്ളി കൃഷ്ണമേനന്റെ ആളാണെന്നാ പറയുന്നത്, അതുകൊണ്ട് പുള്ളി കയറിപ്പോയതാണ്. So from the Chinese perspective, they had a presence there. ഇന്ത്യക്കാരാണ് ഇങ്ങനെ ചുറ്റി വന്നിട്ട് forced them into a war. And ആ യുദ്ധത്തില് ഇന്ത്യക്കാര് തോറ്റല്ലോ. ആ യുദ്ധത്തില് ചൈനക്കാര് അക്സൈ ചീനിലെ അവരുടെ പ്രസൻസ് അവർ കീപ്പ് ചെയ്തു. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്, അന്ന് അത് നെഫ എന്നാ പറയുന്നത്, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്ന് പറയുന്നത്, ആസാമും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ സിംഗിൾ ഒരു ടെറിട്ടറിയാണ്. അവരുടെ ഇന്നത്തെ അരുണാചൽ പ്രദേശിലെ ആ ഭാഗം മൊത്തം പിടിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇന്ത്യ സറണ്ടർ ചെയ്തപ്പോ അവരാ പിടിച്ചെടുത്ത ഭാഗം അവർ വിട്ടു തന്നു. അൺകണ്ടീഷണലി they just left from there for sake of peace. അതിനുശേഷമാണ് ഇന്ത്യ പിന്നെ അത് പാർട്ടീഷൻ ചെയ്ത് ആ ഭാഗം അരുണാചൽ പ്രദേശ് ആക്കുന്നത്. ഇൻ റിയാലിറ്റി അക്സൈ ചീനയെക്കാട്ടി കൂടുതൽ ക്ലെയിം ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉള്ളത് അരുണാചൽ പ്രദേശാണ്, ബിക്കോസ് ആ ടിബറ്റൻ പ്രസൻസും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ മേ ബി ചൈനയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ബട്ട് ദേ വെർ ലൈക്ക് ടോട്ടലി അഗ്രസീവ്. Anyway, this is one interesting perspective I picked up from this. മൊത്തം വായിച്ചിട്ട് റോഡ് പറയാൻ സ്ഥലം ചോദിച്ച് കൊടുത്താ മതിയായിരുന്നു. മതിയായിരുന്നു. റോഡല്ലേ, നിങ്ങൾ കുഴപ്പമില്ല, അത് കൂടെ ഒരു വഴി, അത് ഇടവഴി. ജനവാസം ഇല്ലാത്ത വാറ്റില്ല, എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ചൈനീസ് അഗ്രസീവ് ആണ്, അവര് പതുക്കെ ഇങ്ങനെ ഞൊഴഞ്ഞ് ഓരോ സ്ഥലം ഇങ്ങനെ പിടിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വേലി ഇളക്കി കൊണ്ട് വെക്കത്തില്ല, ആ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോ ഒരു രസമാണ്. ഇത് എഴുതിയ ആരാണെന്ന് പറഞ്ഞ? നെവിൽ മാക്സ്വെൽ. ഇന്ത്യാസ് ചൈന വാർ. ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇത് ഒരുപാട് കൊല്ലം മുമ്പ് വായിച്ചൊരു പുസ്തകമാണ്. ദ ക്രൂ എന്നാണ് പുസ്തകത്തിന്റെ പേര്.
ഈ ഫേമസ് ഓഥർ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിന്റെ കവർ കണ്ടിട്ട് ഞാൻ പോയി എടുത്തതാണ്. ആ പ്രായമാണ്. എന്നുവെച്ചാൽ കവർ കണ്ട് പുസ്തകം വായിക്കുന്നത്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നോ എടുത്തതാണ്. കഥ എന്താന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാറില് ഒരു ഈ ബോംബർ പ്ലെയിൻസിന് അകമ്പടി പോകുന്ന പ്ലെയിൻ ഉണ്ടല്ലോ. അല്ല, അത് ബോംബർ തന്നെയാണ്. ആക്ച്വലി ഇത് ബോംബർ തന്നെയാണ്, അകമ്പടി പോകുന്നതല്ല. ഒരു ബോംബറിൽ ഉള്ള ഒരു ക്രൂ, അവരുടെ കഥയാണ്. ഇപ്പോൾ അതിലൊരു വളരെ ചെറിയ പയ്യനുണ്ട്, അതിലൊരു ഇച്ചിരി പ്രായമായ ഒരു മനുഷ്യനുണ്ട്. അയാളാണ് കൈൻഡ് ഓഫ് ലൈക്ക് അവരുടെ എല്ലാവരുടെയും ഫാദർ ഫിഗർ ഒക്കെ പോലെയാണ്. ഈ ചെറിയ പയ്യൻ മറ്റേ ഗൺ ടററ്റിലിരിക്കുന്നതാണ്. അതിൽ ഏറ്റവും ചെറിയ സൈസുള്ള ആൾക്ക് മാത്രമേ അതിൻ്റെ അകത്ത് കയറി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ഗൺ ടററ്റിൻ്റെ അകത്ത്. അപ്പം ഇവരിങ്ങനെ പല ബോംബിങ് റൺസ് നടത്തുന്നതും പതുക്കെ പതുക്കെ. എന്നിട്ട് ഈ പയ്യന്റെ അമ്മയുമായിട്ട് ഈ പ്രായമായ ആൾക്ക്, ഷീസ് എ വിഡോ, അയാൾക്കൊരു പ്രേമമൊക്കെ ഉണ്ടാവുന്നു. ഹൗ ഹി പ്രോമിസസ് ടു ടേക്ക് കെയർ ഓഫ് ദി സൺ, അങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകമാണ്. എനിക്ക് ആക്ച്വലി ഇപ്പോഴും അതിന്റെ കഥ ഫുള്ളായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ അവരുടെ ആ ഒരു ബോണ്ടും ഈ ഹൗ ത്രൂ ദിസ് ഗ്രീഫ് ഓഫ് വാർ ആൻഡ് ലൂസിങ് പീപ്പിൾ, ഹൗ ദേ ബാൻഡ് ടുഗെദർ ടു മേക്ക് ദിയർ മിഷൻ സക്സസ്ഫുൾ എന്നുള്ളതായിരുന്നു ആ പുസ്തകം. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഷാഡോ ഇൻ ദ ക്ലൗഡ് കണ്ടത് വീണ്ടും. ഷാഡോ ഇൻ ദി ക്ലൗഡ് എനിക്ക് ഉഗ്രസാധനം അല്ലേ? ഉഗ്രസാരം. ഇതുപോലെ തന്നെ ഈ ഗണ്ടററ്റിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് ഗൺ ടററ്റ്. എനിക്ക് അതിന്റെ സൂപ്പർ നാച്ചുറൽ ഇത് മാത്രമല്ല, എനിക്ക് ആ ഫീമെയിൽ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഉഗ്രനായിരുന്നു. ഉഗ്രൻ ക്യാരക്ടറായിരുന്നു. ഉഗ്രൻ ക്യാരക്ടർ. ബാഡാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ക്ലോയി ഗ്രേസ് മോട്ടിസ്. ക്ലോയി ഗ്രേസ് മോട്ടിസ് ടററ്റിനകത്തിരിക്കുന്ന ഒരു വല്ലാത്ത ഫീലിംഗ് അല്ലേ. നമ്മൾ താഴോട്ട് നോക്കുമ്പോ മൊത്തം ആകാശമാണ്. എങ്ങനെ ധൈര്യത്തോടെ അതിനകത്തിരിക്കും. നമുക്ക് CBSE ടെക്സ്റ്റിൽ ഒരു കഥ പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഈ ലണ്ടനിലോ മറ്റേ വേൾഡ് വാർ 2 സമയത്ത് ഇതുപോലെ ഒരു ബോംബ് റൺ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ഒരു ബോംബർ. അപ്പോൾ അതിനകത്ത് ഗൺ ടററ്റിലിരിക്കുന്ന ഒരാളുടെ ഒരു കഥയുണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ പെർസ്പെക്റ്റീവ് കൂടെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ് ആയിരിക്കും അതിന് നേരിടേണ്ടി വരും. അതായത് ഇവർ ബോംബ് റൺ നടത്തിയിട്ട് പോകുന്ന വഴിക്ക് തിരിച്ച് ഇനി ഇത് ഫയർ ചെയ്യും. അപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈറ്റേഴ്സ് കൂടെ ഉണ്ട്. അതിനെയൊക്കെ ഷൂട്ട് ഡൗൺ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് അതെങ്ങനെ എൻഡ് ചെയ്തതെന്നൊന്നും ഓർമ്മയില്ല. ആ സമയത്ത് മിക്കവാറും ആ ഒരു ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു സെക്ഷൻ മുഴുവൻ ഒരേപോലത്തെ ഈ എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളായിരുന്നു. അതിനകത്ത് ഞാൻ അന്ന് പണ്ട് ബ്ലാക്ക് എയറോപ്ലെയിൻ്റെ ഒരു കഥ പറഞ്ഞല്ലോ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഫ്ലൈറ്റിൻ്റെ കഥ. അത് ഫ്രെഡറിക് ഫോസ്റ്റത്ത് എഴുതിയതാണ്. ഇതെനിക്ക് എനിക്ക് നല്ല ഇതുണ്ട്. ഞങ്ങളത് ഈ ഗൺ ടററ്റ് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടീച്ചർ ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തന്നു. വേൾഡ് വാർ 2 പ്ലെയിൻസിൻ്റെ ഒരു ബുക്ക്. അപ്പോൾ അതിനകത്ത് ഫ്ലൈയിങ് ഫോർട്രസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയിൻ ഉണ്ട്, B-12 അങ്ങാണ്ട്. അത് ഇവരുടെ US-ൻ്റെയോ ബ്രിട്ടൻ്റെയോ എന്തോ ആണ്, റോയൽ എയർഫോഴ്സിൻ്റെ എന്തോ ആണ്. അത് കാണിച്ചു. അതിനകത്തൊരു പൈലറ്റ് ഇരിക്കുന്നതും ഒക്കെ ഒരു കോഴിമുട്ടയ്ക്കകത്ത് കയറി ഇരിക്കുകയാണ്. പുള്ളിക്ക് വേറെ ഇതൊന്നുമില്ല. പുള്ളി വെടി കിട്ടിയാൽ തീർന്നു, പരിപാടി കഴിഞ്ഞു. ചുമ്മാ ഒരു കണ്ണാടിക്കൂടാണ്. ആ സാധനം ചിലപ്പോൾ കണ്ണാടിക്കൂടെ ഇളകി വീഴാം. അത്ര ഇതൊന്നും ഇല്ല അതിന്. കാരണം ഇതൊക്കെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം ഒരു ബോംബ് റൺ നടത്തി സർവൈവ് ചെയ്ത് എങ്ങനെയും തിരിച്ചെത്തി കഴിഞ്ഞാൽ അടുത്തതിന് റെഡി ആവണം. അപ്പോൾ എവിടെയൊക്കെ വെടി കൊണ്ടിട്ടുണ്ടോ അതൊക്കെ തൽക്കാലം പാച്ചപ്പ് ചെയ്യുന്നതല്ലാതെ, അല്ലെങ്കിൽ റീഫ്യൂവൽ ചെയ്യുന്നതല്ലാതെ തിരിച്ച് ഇതേപോലെ തന്നെ കയറി പോവുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഓരോ ചിലരൊക്കെ ടററ്റ് മുകളിൽ നിന്ന് വീടൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. ടററ്റ് അങ്ങ് വിട്ടുപോയിട്ട് അങ്ങനെ മരിച്ചവരൊക്കെ ഉണ്ട്. മറ്റേ ഫ്ലൈറ്റിനെ പറ്റിയല്ല കൂടുതലായി. ഫ്ലൈറ്റിൽ നേരത്തെ അത് എന്താ പറയുക, വെറ്ററൻസിൻ്റെ അനുഭവങ്ങളായിരുന്നു അത് മുഴുവൻ. ഒരു ഒരു എന്താ പറയുക, ഒരു അൽമനാക്ക് പോലത്തെ ഒരു പുസ്തകമായിരുന്നു. ഞാനത് ഈ അടുത്തിടയ്ക്ക് ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ അങ്ങനെ ആ സെക്കൻഡ് വാറിൽ നിന്ന് റീസ്റ്റോർ ചെയ്തൊരു പ്ലെയിനും അതിൻ്റെ അടിയിൽ ഗൺ ടററ്റും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ കുറേ അവരുടെ ആ ബോംബ് റൺ, സെക്കൻഡ് വേൾഡ് വാറിലെ ബോംബ് റൺസിൻ്റെ കഥയും ഒക്കെ പറഞ്ഞ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു, വളരെ ഇമേഴ്സീവ് ആയിരുന്നു. പണ്ട് PC-യിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗെയിം ഉണ്ടായിരുന്നു, എയർഫിക്സ് ഡോഗ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം സെക്കൻഡ് വേൾഡ് വാറാണ്. ആലൈസ് ആയിട്ടും കളിക്കാം, ആക്സിസ് പവേഴ്സ് ആയിട്ടും കളിക്കാം.
ഒരു വീടിന്റെ അകമാണ് ഈ എൻറ്റയർ വേൾഡ് വാർ ടെറിട്ടറി. ഒരു ബെഡ്റൂമിൽ ഒരു ഹാങ്ങർ ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിലെ ഹാങ്ങർ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ്. ടേക്ക് ഓഫ് ചെയ്തിട്ട് അടുത്ത മുറിക്കകത്തോട്ട് പറക്കുകയാണ്. അപ്പോൾ അടുത്ത മുറി ഈ ശത്രുക്കളുടെയാണ്. അപ്പോൾ യു ഹാവ് ടു ഷൂട്ട് ഡൗൺ ദം, ക്ലിയർ വൺ റൂം, ഗോ ടു ദ നെക്സ്റ്റ് റൂം, ക്ലിയർ വൺ റൂം, അങ്ങനെ ഓരോ മുറിയായിട്ട് ക്ലിയർ ചെയ്ത് പോകണം. ആൻഡ് ദ ലാസ്റ്റ് റൂം ഈസ് ആക്ച്വലി ദ ബാത്റൂം വേർ ദർ ഇസ് എ സബ്മറീൻ ഇൻ ദ ബാത്റൂം. അപ്പൊ ആ സബ്മറീനെ തകർക്കുമ്പോഴാണ് ഗെയിം തീരുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിമായിരുന്നു. ആ സൗണ്ടും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു, എയർ ഫിക്സ് ഡോഗ് ഫൈറ്റർ. പിന്നെ അതുപോലെ ഞാൻ ഈ കോൾ ഓഫ് ഡ്യൂട്ടി ആദ്യമായിട്ട് ഏതോ ഒരു എപ്പിസോഡിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ അത് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡേജാവു അടിച്ച്. സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ഭയങ്കര ഡേജാവു, ഐ വാസ് ഹിയർ എന്നൊരു ഡേജാവു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സീൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഡോണ്ട് ഹാവ് എ ഗൺ, ദർ ആർ വേ ടു മെനി, എന്താ പറയണേ, ദർ ഇസ് നോട്ട് ഇനഫ് ഗൺസ്. ഈ പെസൻസിനെയൊക്കെ പിടിച്ചിട്ട് സ്റ്റാലിൻഗ്രാഡിലോട്ടോ എങ്ങോട്ടോ കയറ്റി വിടുകയാണ്. അപ്പോൾ ഇവര് ഒരാളുടെ കയ്യിൽ തോക്ക്, ഒരാളുടെ കയ്യിൽ ബുള്ളറ്റ്, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചങ്ങ് ഓടും. അപ്പം ബുള്ളറ്റ് ഉള്ളവന് വെടി കിട്ടിക്കഴിഞ്ഞാൽ തോക്കുള്ളവൻ അവന്റെ ആ ബുള്ളറ്റ് എടുക്കും, ആൻഡ് വൈസ് വേഴ്സ. തോക്കുള്ളവന് വെടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇനി ശരിക്കും ഈ യുദ്ധത്തിൽ എങ്ങാനും പങ്കെടുത്തതാണ്. എനിക്ക് ഈ ഡേജാവ് അടിച്ചിട്ട് പിന്നെ ഏറ്റവും അവസാനമാണ് മനസ്സിലായത്, ഇതേ എക്സാക്ട് സെയിം തിങ് ഈസ് എനിമി അറ്റ് ദ ഗേറ്റ്സ്. എനിമി അറ്റ് ദ ഗേറ്റ്സ്. അടിപൊളി പടമാണ്. അതിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന യുദ്ധം ഇല്ല, ലൈക്ക് അങ്ങനെയായിരുന്നു ആക്ച്വലി. സോവിയറ്റ് പട്ടാളക്കാര് 2 പട്ടാളക്കാരെ വിടും, ഒരൊറ്റ തോക്കേ കാണത്തുള്ളൂ. ഒരാളുടെ കയ്യിൽ ഉണ്ടാവും, ഒരാളുടെ കയ്യിൽ തോക്ക്, സ്പെയർ ബുള്ളറ്റ്സ് ഒരാളുടെ കൊടുക്കും. ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ തോക്കെടുത്ത് അടുത്ത ആള് ഫൈറ്റ് ചെയ്യും. ജൂഡ്ലോയും റേച്ചൽ വെയ്സും ഓർമ്മയുണ്ട്. കാരണം ആ സമയത്ത് തന്നെ ബിഹൈൻഡ് എനിമി ലൈൻസ് കണ്ടത് അത് മറ്റേ ഓവൻ വിൽസൺ, മറ്റേ അത് മോഡേൺ ആണല്ലോ, മറ്റേ ഫൈറ്റർ. അത് മോഡേൺ ആണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? അനിമേഷൻ മൂവിയാണ് ദി അയൺ ജയന്റ്. ഓക്കെ, കണ്ടു നോക്കണം കേട്ടോ, ഉഗ്രസാധനം. അത് അണ്ടർ റേറ്റഡ് അനിമേഷൻ മൂവീസിൽ വരുന്നൊരു സംഭവമാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതില് വരുന്നതാണ്, റെഡി പ്ലെയർ 1-ല് അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അയാള് ബിൽഡ് ചെയ്യുന്നുണ്ട് അയൺ ജയന്റിനെ, ആൻഡ് ഹി കംസ് ഇൻ ദ ഫൈനൽ ഫൈറ്റ്. ആക്ച്വലി അത് ഉഗ്രൻ ഒരു പോപ്പ് കൾച്ചർ റെഫറൻസ് ആണ് അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ അണ്ടർ റേറ്റഡ് ഒരു പടമാണ്. കാരണം എല്ലാവരും അനിമയുടെ പുറകെ പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറുടെ പേര് ബ്രാഡ് ബേർഡ് എന്നാണ്. ബ്രാഡ് ബേർഡിന്റെ പിച്ച് എന്തായിരുന്നു അറിയാമോ ഇതിന്റെ? അതായത് ഇത് കഥ ശരിക്കും ആ ഒരു റോബോട്ടാണ്. റോബോട്ട് ആക്ച്വലി ഒരു ഓട്ടോണോമസ് റോബോട്ടാണ്. ഇറ്റ്സ് എ വാർ മെഷീൻ. ഇറ്റ്സ് ആക്ച്വലി ബിൽറ്റ് ആൻഡ് സപ്പോസ് ടു ബി എ വാർ മെഷീൻ, ബട്ട് ഇറ്റ് ആക്ച്വലി ഗെയിൻസ് സെന്റിയൻസ്. അത് ഇതിന് സെന്റിയൻസ് ഉണ്ടായിരുന്നു എന്നറിയില്ല. ആൻഡ് ഇറ്റ് ആക്ച്വലി ബിഫ്രൻസ് ലിറ്റിൽ ബോയ് ബൈ ചാൻസ്. പിന്നെ കഥ അങ്ങ് മാറും. പുള്ളിയുടെ പർപ്പസ് പുള്ളി സ്വയം അങ്ങ് റീപർപ്പസ് ചെയ്യും. എന്തിനാണ് യുദ്ധം എന്നുള്ള ചോദ്യമാണ്. ബ്രാഡ് ബേർഡ് ഈ സിനിമ പിച്ച് ചെയ്ത ഐഡിയ എങ്ങനെയാണെന്ന് അറിയാമോ? ഇമാജിൻ വാട്ട് ഇഫ് എ ഗൺ ഹാഡ് എ ഹാർട്ട് ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് വാണ്ട് ടു ബി എ ഗൺ എന്നാണ് അതിൻ്റെ പിച്ച്. അപ്പോൾ പുള്ളി അതായത് തന്നെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത് അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു യുദ്ധത്തിനെതിരെ. കാരണം അവസാനം ഈ മിലിറ്ററി അതിനെതിരെ ആവുകയാണ്. അപ്പോൾ പുള്ളി ഇത് ശരിക്കും പറഞ്ഞാൽ വോയിസ് ചെയ്തിരിക്കുന്നത് വിൻ ഡീസലാണ് എന്ന് തോന്നുന്നു. വിൻ ഡീസലാണെന്ന് തോന്നുന്നു. ഒരു ലാസ്റ്റ് ഈ കൊച്ചിങ്ങനെ സൂപ്പർമാനുമായിട്ടാണ് ഇവനെ അലൂഡ് ചെയ്യുന്നത്. കാരണം ഇവന് പറക്കാനുള്ള കഴിവുണ്ട്, ഇവന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ സൂപ്പർമാൻ എന്തിനായിരുന്നു സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ ഹീസ് എ ഗുഡ് ഗൈ. നീ അങ്ങനെ ആവുക ചെയ്യേണ്ടത്, അല്ലാണ്ട് ഈ പവർ വെച്ച് നീ ശരിക്കും പറഞ്ഞ ആൾക്കാരെ ഡിസ്ട്രോയ് ചെയ്യല്ലേ വേണ്ട. ഇവൻ്റെ പർപ്പസ് ഇതാണെന്ന് ഈ കുട്ടി പഠിപ്പിക്കുന്നു. And this being has a change of mind. I mean, like അത് അതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര അടിപൊളി ക്ലൈമാക്സ് ആണ്. അതൊന്ന് കണ്ടു നോക്കാവുന്നൊരു പടം കേട്ടോ. നല്ല നൈസ് പടമാണ്. ആനിമേറ്റഡ് മൂവി.
മൂവിയാണ്, ഫീച്ചർ ലെങ്ത് മൂവിയാണ്. പിന്നെ അതുപോലെ ഞാനൊരു ബുക്ക് വായിച്ചിട്ട് പിന്നെ സിനിമ കണ്ടതാണ് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബെൻഗാസി. അത് നല്ല ഉഗ്രൻ സിനിമയാണ്. ആ ബുക്കും എനിക്ക് വളരെ ഹൈ പേസ്ഡ് ആണെന്ന് തോന്നി. അത് മറ്റേ നമ്മുടെ എവിടെ ലിബിയയിലായിരുന്നു. ലിബിയയിൽ തന്നെ ആയിരുന്നു. നമ്മുടെ ഗദ്ദാഫിയെ ഓവർത്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ലിബിയയിൽ ഒരു US കോൺസുലേറ്റ് ഉണ്ടായിരുന്നു. ആ US കോൺസുലേറ്റിനെ എക്സ്ട്രീമിസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നതും അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുടെയും കഥയാണ് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബെൻഗാസി. എറിക് ബാനയാണോ? എറിക് ബാന എറിക് ബാനയാണോ? ഓർമ്മയില്ല. ആരാണെന്നോട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പടം കണ്ടിട്ടുണ്ട്. ബുക്ക് ഉണ്ടെന്ന് അല്ലല്ല, എനിക്കറിയില്ല. എറിക് ബാന മറ്റതിലല്ലായിരുന്നു. എറിക് ബാന മ്യൂണിക്കിലായിരുന്നു. മ്യൂണിക്കിലായിരുന്നു. അല്ല, അല്ല, ഇത് മ്യൂണിക്കിലായിരുന്നു. ബ്ലാക്ക് ഹോക്ക് ഡൗണിലുണ്ടെന്ന് തോന്നുന്നു. എറിക് ബാന ബ്ലാക്ക് ഹാൾക്കറുണ്ട്. ഇതില് ജെയിംസ് ബാഡ്ജ് ഡേൽ, ജോൺ ക്രസിൻസ്കി, മാക്സ് മാർട്ടിനി. ഓ, ജോൺ ക്രസിൻസ്കി. ഓക്കെ. എറിക് ബാൻ, ക്രസിൻസ്കി മാറി. ഓക്കെ. മൈക്കിൾ ബേയുടെ പടമായിരുന്നു. പടവും അത്യാവശ്യം നല്ല വെൽ മെയ്ഡ് മൂവിയായിരുന്നു. പിന്നെ മറ്റേ 1921 എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. Yeah. ഒരു സിംഗിൾ ഷോട്ട്. 1917 അല്ലേ? 1917 സിംഗിൾ ഷോട്ട്. അത് ആക്ച്വലി സിംഗിൾ ഷോട്ട് അല്ല, അവരത് ആ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ദ എൻറ്റയർ മൂവി ഈസ് ടേക്കൺ ഇൻ എ സിംഗിൾ ഷോട്ട്. ഭയങ്കര പടമായിരുന്നു അത്. ആക്ച്വലി ഞാനും അനുവും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടെന്ന് തോന്നുന്നു. അതിന് കാരണം ഹണ്ടേഴ്സിൽ ആ മറ്റേ റൈഫിളിന്റെ കാര്യം പറയുന്നില്ലേ, ഒരു എൻഫീൽഡ് റൈഫിളിന്റെ കാര്യം പറയുന്നു. ഐറീൻ എന്തായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. അല്ല, പക്ഷെ ആ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിനകത്തൊരു പഞ്ചാബി ഉണ്ട്, ഡെൽമാർ. ഈ ഐറീൻ ഡെൽമാർ. ഐറിൻ ഡെൽമാർ. ഇതിനകത്തൊരു പഞ്ചാബി ഉണ്ട്, പുള്ളിക്ക് ഇതുപോലത്തെ ഒരു റൈഫിൾ ഉണ്ട്. മറ്റേ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ 1917. ഞാൻ അനൂപിന് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. അത് മൂവി ഡീറ്റെയിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ. ആകെ ഒരു ഇന്ത്യൻ സോൾജറെ കാണിക്കുന്നത് അതിനകത്ത്. അടിപൊളി അടിപൊളി. പിന്നെ ലേഖ, ബുക്ക് തീഫ്, യു നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് വെൻ വി വർ ടോക്കിംഗ്. നമ്മള് വായിച്ചിരിക്കുന്ന ഒരുപാട് വാർ കഥകള് ഇറ്റ്സ് ബേസ്ഡ് ഓഫ് either ഫസ്റ്റ് വേൾഡ് വാർ, എന്റെ മോസ്റ്റ്ലി സെക്കൻഡ് വേൾഡ് വാർ ആണ്. One of them is book thief, I'll come to it. പക്ഷേ these are not only wars that have been waged in the world. There have been conflicts in Southeast Asia. There have been conflicts in Sri Lanka that is gone. 10-20 വർഷം നമുക്ക് ഏറ്റവും അടുത്ത് അറിയേണ്ട ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശ്രീലങ്കൻ സിവിൽ വാർ. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. നത്തിങ് വി നോ അബൌട്ട്. We'll talk about എന്താ പറയാ വേൾഡ് വാർ അല്ലാത്ത കോൺഫ്ലിക്ട്സിനെ കുറിച്ച് we can come back to it. ബുക്ക് തീഫ് വാസ് ഞാനത് വായിച്ചു probably 2011-2012 വായിച്ചത്. So I only remember, again, because it's been so long, I only remember how I felt about it. ഈ ബുക്ക് തീഫിന്റെ കഥ is basically ഒരു പയ്യൻ, he's part of a family who's protecting ജ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാമിലിയെ കുറിച്ചാണ്. അതിലേക്ക് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു സീൻ ഇവരുടെ ഇത് കൂടെ ഗ്രാമത്തിൽ കൂടെ ഒരു ജ്യൂസിനെ നടത്തി കൊണ്ടുപോകുമ്പോൾ എന്തോ ബ്രെഡ് ഇട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട് ഇവർക്ക് ഭക്ഷണം, അങ്ങനത്തെ എന്തോ ഒരു സ്മോൾ സീക്വൻസ് ഉണ്ട്. ആൻഡ് ഐ റിമെമ്പർ ദിസ്. ആൻഡ് ഐ തിങ്ക് ഈ ജ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിടും. പക്ഷെ the kind of pains people go through to protect people in war എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. war ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഈവൻ ബിഹൈൻഡ് എനിമി ലൈൻസ് യു വിൽ ഫൈൻഡ് പീപ്പിൾ വിത്ത് ഹാർട്ട്സ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്നുള്ള ബുക്കാണിത്. അപ്പം ഈ നാസി ഇതില് സിസ്റ്റമാറ്റിക് ആയിട്ട് പെർസിക്യൂട്ട് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്ത് there are lots of books that have come out. Adile, one of the books that stands out for me was this, and there is a book called The Last Train to Istanbul. I don't remember the author. It's written by a Turkish author, and it's based on a true story. Paris in Istanbul ഒരു train ഉണ്ടായിരുന്നു. Turkish embassy in Paris actually
എത്രയോ ആൾക്കാർക്ക്, ജൂവിഷ് ആൾക്കാർക്ക് ഫോൾസ് പാസ്പോർട്ട്സ് ഉണ്ടാക്കി കൊടുക്കും, ക്ലെയിമിംഗ് ദ ടർക്കിഷ് സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ട്. ടർക്കി ആൻഡ് ജർമ്മനി ബൈ ബൈ, അതുകൊണ്ട് ജർമ്മൻ സോൾജേഴ്സ് വുഡ് ലെറ്റ് ദം ഗോ. അതാണ് അതിന്റെ ഇത്. ആൻഡ് ഇവരെ they were protected in safe houses. They were taught Turkish and prayers. ചോദിക്കുകയാണെങ്കിൽ പറയാൻ, they all had back stories. These are stories that tell us that there is still a little bit of goodness left in the world. ഈ വാറിന്റെ ഒക്കെ സമയത്തും there is a little bit of goodness left in people എന്ന് റീഇറ്ററേറ്റ് ചെയ്യുന്ന കഥകളാണ്. ആൻഡ് ബോത്ത് ഓഫ് ദീസ് ബുക്സ് ഞാൻ കരഞ്ഞു വായിച്ച ബുക്കുകളാണ്. ഹെവി റീഡ്സ്, നമുക്കൊന്ന് ഒരു ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാം എന്നൊക്കെ പറയാൻ പറ്റുന്ന ബുക്കുകളെ അല്ല. അങ്ങനെ ഇരുന്ന് വായിക്കാം, പക്ഷെ ബിറ്റ്വീൻ ബ്ലറി ഐസ് വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ബുക്ക് തീഫ് സ്പെഷ്യലി is told from the perspective of children, which makes it even more harder. Again, there is a loss of innocence there. You're watching things unfold that you should never have seen in your lifetime. Forget about being a child, not even as an adult. You're watching persecution, you realize what will happen if these people are caught. And I think പ്രൈമറി സ്റ്റോറിയൊക്കെ ഞാനിപ്പോ മറന്നു പോയിക്കണു. സാൻഡിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ സാൻഡി can give a synopsis. ഇവരൊരു വീടില് ഒരുപാട് കൊല്ലം മുമ്പ് വായിച്ചതാ. ഇവരൊരു വീട്ടിൽ കക്കാൻ കയറുന്നുണ്ട്. അങ്ങനെയാണ് ബുക്ക് തീഫ് എന്നുള്ള കഥ വരുന്നത്. ഒരു വെൽത്തി ഫാമിലിന്റെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാൻ പോകുന്നുണ്ട്. ഇവന് വലിയ ഫ്രണ്ട്, ഒരു ഗേൾ, ബോയ് ആൻഡ് എ ഗേൾ. അതൊക്കെ ചെറിയൊരു ഓർമ്മ എനിക്കിപ്പോഴുള്ളൂ. എന്നിട്ട് ഈ പുസ്തകം കട്ടിട്ട് ഈ ജൂയിഷ് ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വായിക്കാനായിട്ട്. ഉം. എനിക്ക് ആ ജർമ്മൻ ഈ ബ്രെഡ് ഇട്ട് കൊടുക്കും ഇവർക്ക്. അതാ എനിക്ക് ഓർമ്മ. അതിലൊരു സീക്വൻസ് ബ്രെഡ് ഇട്ട് കൊടുക്കും ഇവർക്ക്. ഇവര് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ജ്യൂസിന് ഭക്ഷണം കൊല്ലാൻ കൊണ്ടുപോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ടല്ലോ എന്നുള്ള മട്ടിലാണ് ജർമ്മൻകാർ കിടക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഐ തിങ്ക് ദർ ആർ ജർമ്മൻസ് ഹു കിക്ക് ദാറ്റ് അവേ. അങ്ങനത്തെ ഒക്കെ ചില ബ്രൂട്ടൽ സീക്വൻസസ് ഉണ്ട് ഇതില്. എന്തോ എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഐ ഫീൽ നമ്മളൊക്കെ ഭയങ്കര ലക്കിയാണ് അങ്ങനെ നോക്കുമ്പോൾ. Absolutely, absolutely. The privilege that many of us have to be, for having been away from battlefronts. I think the worst we've been affected is probably വല്ല അരിക്ഷാമം വന്ന് കാണുമായിരിക്കും നമുക്ക് കേരളത്തിൽ. അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് ഫാമിൻസ് ഉണ്ടായിരുന്നു ശരിക്കും. ആ സമയത്ത് ബർമ എന്നുള്ള അരിയൊക്കെ നിന്നു. 1960s ആക്ച്വലി ആ പൊറോട്ടയുടെ കഥ, മലബാർ പൊറോട്ടയുടെ കഥ ആള് കണ്ടത് അതായിരുന്നല്ലോ. പപ്പ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സമയത്ത് മാക്രോണി ഒക്കെ ആയിരുന്നു അവർക്ക് കൊണ്ട് കൊടുത്തിരുന്നെന്ന് കഴിക്കാൻ. റേഷൻ ഷോപ്പിൽ മാക്രോണി വിറ്റിരുന്നു. ഐ മീൻ വിറ്റ് ഇൻ ദ സെൻസ് ചെയ്തിരുന്നു. അപ്പം മാക്രോണി വാസ് ഇത് ഇതിന്റെ ഒരു ഈ അരിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എത്ര അരി ഒരു കുടുംബത്തിന് കൊടുക്കാമെന്നുള്ളതിന്. അപ്പൊ എന്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചെക്കിങ് വരും ബസ്സുകൾ. ഇപ്പൊ പാലക്കാടൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, പാടമൊക്കെ ഉള്ള ഫാമിലീസ് ഉള്ളപ്പം ഇവര് സഞ്ചിയിൽ അരി ആക്കിയിട്ട് മറ്റേ ഫാമിലിക്ക് കുടുംബക്കാർക്ക് കൊണ്ടുപോകാൻ പോകും. പക്ഷെ ദർ ഓൾവേസ് റെയ്ഡ്സ്, ചെക്കിങ്. ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കാരണം ദർ ഇസ് എ ലിമിറ്റേഷൻ. ആളുകൾക്ക് അരി കിട്ടാനില്ല. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി നെപ്പോട്ടിസം ചെയ്യരുതല്ലോ. ചെക്ക് ചെയ്യാൻ പോയിട്ട് എന്റെ അച്ഛമ്മയുടെ അങ്കിളിന് ആണ്ട് ഇവരിങ്ങനെ ഭയങ്കര ക്യൂട്ട് അമ്മമ്മയായിരുന്നു ഇവര്. ഇവര് പോകുന്നുണ്ട്, അമ്മമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. ഒരു വലിയ സഞ്ചിയിൽ നിറയെ അരിയാ. റെയ്ഡിന് വന്നു. അമ്മമ്മ പാവം സഞ്ചിയൊക്കെ പൊക്കിക്കോളും. കുട്ടി നോക്കിക്കോളും അവർ വേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അരി കടത്തിയ ഒരു സ്റ്റോറി ഉണ്ട്. അമ്മയ്ക്ക് ഒന്നും ഐഡിയ ഇല്ല. അമ്മമ്മ ആക്ച്വലി ഭയങ്കര പാവമായിരുന്നു. ഷീ നോ ഐഡിയ. പുള്ളിക്കാരത്തി അങ്ങനെ ഭയങ്കര വേൾഡ് വൈസ് ഒന്നുമല്ല. തിരി അരി കുടുംബക്കാർക്ക് കൊണ്ടേ കൊടുക്കുന്നില്ല, എന്താ കുഴപ്പം? അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ടെർമോയിലൊന്നും പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഒരു ആളുമല്ല. അപ്പൊ you can see she's very innocent. So I think lifelong she is probably one person who had the privilege to say innocent എന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാലഘട്ടമാണ്? 1960s. പണ്ട് 70s മുതമാര് വന്നപ്പം ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇന്ദിര നീയൊരു പെണ്ണല്ലേ, 6 ounce എങ്ങനെ വെച്ച് വിളമ്പും.
എന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് സമരം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ കേട്ടേക്കണ കേട്ടോ. 70s ആയിരിക്കും ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എന്തോ പെർ ഹെഡ് 6 ounce എന്നുള്ള കണക്കുണ്ടായിരുന്നു തോന്നുന്നു. അതാണ് പിന്നെ എനിക്ക് പറയാനുണ്ടായിരുന്ന 3 പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ബ്രീഫായിട്ട് ടച്ച് ചെയ്തു പോവാം. അഗെയിൻ ഇഫ് സംബഡി ഹാസ് നോട്ട് റെഡ് ഇറ്റ്, ഓൾ ദ ലൈറ്റ് വി കനോട്ട് സീ ഇസ് ബുക്ക് ദാറ്റ് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് വാർ. ഒരു വളരെ സ്ട്രോങ് ആൻറ്റി വാർ മെസ്സേജ്. പിന്നെ രണ്ടാമത്തത് ദ ടാറ്റൂയിസ്റ്റ് ഓഫ് ഓഷ്വിറ്റ്സ്, നമ്മുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു പ്രണയം മുട്ടിടുന്ന കഥയാണ് ടാറ്റൂയിസ്റ്റ് ഓഫ് ഓഷ്വിറ്റ്സ്. പിന്നെ മൂന്നാമത്തത് മൗസ് ഒരു ഗ്രാഫിക് നോവലാണ്, എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി ഡൺ. അതിൽ ജ്യൂസിനെ എലികളായിട്ടും ജർമ്മൻകാരെ പൂച്ചകളായിട്ടും പോൾസിനെ പന്നികളായിട്ടുമാണ് വരച്ചിരിക്കുന്നത്. അത് റിയലി ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇസ് ദ സ്റ്റോറി റിട്ടൺ ബൈ എ കോൺസെൻട്രേറ്റ് ക്യാമ്പ് വിക്ടിംസ് സൺ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പുള്ളി രക്ഷപ്പെട്ടിട്ട് പുള്ളി ന്യൂയോർക്കിൽ വന്ന് അവിടുത്തെ ജീവിതവും അയാളുടെ PTSDയും അയാളുടെ ഫാമിലിക്ക് സംഭവിക്കുന്നതും ഒക്കെ ആണ് മൗസിൽ പറയുന്നത്. എഗെയിൻ ഒരു സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് മച്ച്. കാരണം കുറേ പൂച്ചകളും എലികളും ആണ് എല്ലാ പടത്തിലും. ബട്ട് എക്സ്ട്രീംലി പ്രൊഫൗണ്ട് ഗ്രാഫിക് നോവൽ. ആർട്ട് സ്പീഗൽമാൻ ആർട്ട് അല്ലേ? സ്പീഗൽമാൻ. അത് ഞാൻ അത് വായിച്ചത് ഈ പറഞ്ഞ മാതിരി. ഞാനെന്നാ ഗ്രാഫിക് നോവലിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് അപ്പം തന്നെ ഓർഡർ ചെയ്തതാ. സാധനിപ്പുണ്ട്, വായിക്കണം. ഒരു കാര്യം കൂടി, റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്നൊരു ആർട്ടിക്കിളായിരുന്നു. ഞാൻ പണ്ട് ഈ ഒരു സെറ്റ് റീഡേഴ്സ് ഡൈജസ്റ്റ് പഴയ ഇതെടുത്ത് നോക്കിയപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അതിൽ എനിക്ക് ആ ആർട്ടിക്കിളിൻ്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഒരുപാട് വട്ടം വായിച്ചതാണ്. കാരണം അതിൻ്റെ പേര് ടു ക്രാക്ക് ദ കോഡ് ഓഫ് കറേജ് എന്നായിരുന്നു. ടു ക്രാക്ക് ദ കോഡ് ഓഫ് കറേജ് അതൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ബുക്കിൻ്റെ മീൻസ് അതിൽ ഇൻവോൾവ് ആയ ഒരാൾ അതിനൊരു പറ്റിയൊരു പുസ്തകം എഴുതിയിരുന്നു. ഇത് ആക്ച്വലി നമ്മുടെ വേൾഡ് വാർ 2ൻ്റെ സമയത്ത് ഒരു ഒരു ബ്രിട്ടീഷ് സോൾജറെ, പുള്ളിയെ RAF പൈലറ്റിനെ ജാപ്പനീസ് ക്യാപ്ചർ ചെയ്തിട്ട് അവരവിടെ ഏതൊരു ഐലൻഡിൽ പുള്ളീനെ പ്രിസണറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അക്കൗണ്ട്സ് ആണ് പുള്ളിയുടെ ആ വാർ അക്കൗണ്ട്സ് മൊത്തം എടുത്തിട്ടാണ്. മീൻസ് അത് ആക്ച്വലി അതല്ല എൻ്റെ ആ ബുക്കിൻ്റെ ക്രക്സ് അതല്ല. അവിടെ ഹെവിലി സെൻസേർഡ് ആയിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് POW ആണ്, ക്യാമ്പിൽ നിന്ന് കത്തൊക്കെ എഴുതാം, പക്ഷെ അതൊക്കെ ഹെവിലി സെൻസേർഡ് ആണ്. അതിനകത്തൊന്നും അത് തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ചിലർക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കത്ത് എഴുതാൻ പറ്റും. ജാപ്പനീസ് സമ്മതിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് അന്വേഷണങ്ങളല്ലാതെ വേറെ ഒന്നും ഇവർ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം അതിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരത് സെൻസർ ചെയ്യും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാളുടെ കയ്യിലൊരു ക്ലാർക്സ് ടേബിൾ, ഒരു മാത്തമാറ്റിക്കൽ ടേബിൾസ് ഉണ്ട്, റസ്സൽസ് മാത്തമാറ്റിക്കൽ ടേബിൾസ് മറ്റെന്തൊരു മാത്തമാറ്റിക്കൽ വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് കോഡായിട്ട് എഴുതാൻ തുടങ്ങി ഈ സാധനം. കോഡെന്ന് വെച്ചാൽ നമ്പേഴ്സാണ്. 34 ലൈൻസ് വെച്ച് ഓരോ ഇതിൽ നമ്പേഴ്സ് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്പറിന് ആക്ച്വലി 1 to 26 തന്നെയാണ് നമ്പേഴ്സ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലെറ്റേഴ്സ് തന്നെയാണെന്ന് വായിച്ചവർക്ക് മനസ്സിലാവും, അതായത് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത്. പക്ഷേ ഇയാൾ അവിടെ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് ഇതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന്, കാരണം അതൊരു ജംബിൾഡ് ഓർഡറിലാണ് കിടന്നിരുന്നത്. ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് പറയാൻ പോലും പുള്ളിക്ക് പറ്റാത്ത രീതിയിലാണ് പുള്ളി വന്നത്. അത്രയ്ക്ക് PTSD അയാളെ അത്രയ്ക്ക് അങ്ങ് ഒലച്ച് കളഞ്ഞായിരുന്നു. ആളുടെ പേര് ഡൊണാൾഡ് സാമുവൽ ഹിൽ എന്നായിരുന്നു, ഈ വൈമാനികൻ്റെ പേര്. പുള്ളി അവിടേക്ക് പോകുന്നതിന് മുമ്പ് പുള്ളി വിവാഹം കഴിച്ചു. അതായത് പുള്ളിയുടെ ഒരു 4-5 കൊല്ലം പ്രണയിച്ച് നടന്നിട്ട് പുള്ളിക്കാരി വിവാഹം കഴിച്ച്. പുള്ളിക്കാരുടെ പേര് പമേല എന്നായിരുന്നു, പമേല ഹിൽ. ബട്ട് ഹെർ ഓൾഡ് നെയിം വാസ്, ഹെർ വെർജിൻ നെയിം വാസ് പമേല സീലി കിരാജ്. അപ്പോൾ ഈ വാക്കുകൾക്ക് അതിനൊരു ഈ പറഞ്ഞ കോഡുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഇയാളുടെ മരണശേഷം ഇങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. പുള്ളീനെ അവർ റിലീസ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് വേൾഡ് വാറിന് ശേഷം പുള്ളിക്ക് ഇതൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പുള്ളി ആകെ അങ്ങ് സെക്ലൂഡഡായി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ
ഈ ആകെ ബാക്കി വന്നത് ഈ ടേബിളൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് ഒരു മാത്തമാറ്റീഷ്യന് കൊടുത്തു. പുള്ളിക്കാരൻ അത് ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. പുള്ളി ഒരു ക്രിപ്റ്റോഗ്രാഫറൊക്കെ ആയിരുന്നു. പുള്ളി ഇത് ക്രാക്ക് ചെയ്യാൻ നോക്കി. അങ്ങേര് ഒരുപാട് കഷ്ടപ്പെട്ട് പുള്ളി ഇതൊക്കെ അൽഗോരിതമൊക്കെ ഉണ്ടാക്കി ആകെ ഇതായിട്ട് അവസാനം അങ്ങേര് കൊളാപ്സായി. പുള്ളിക്ക് അത്ര എഫേർട്ട് ഇട്ടത് ശരിയാക്കാൻ പറ്റിയില്ല. അവസാനം ഇയാൾ ആ ബുക്കിൻ്റെ പുറംചട്ടയിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്ത് എഴുതിയിരിക്കുന്നത് ഇയാൾ കണ്ടു. അപ്പോൾ ഇത് ഇയാളുടെ ഗ്രാൻഡ് ഡോട്ടറാണ്, ഈ പുള്ളിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇയാൾക്ക് കൊടുക്കുന്നത്, ഈ ടേബിൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ സമീപിച്ചപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ട്രൈ ടു ടെൽ മീ ഹൗ ടു ക്രാക്ക് ദ കോഡ്. സോ ഹീ സ്റ്റാർട്ടഡ് ബൈ റൈറ്റിംഗ് ദെയർ നെയിംസ് ടുഗെദർ. രണ്ടുപേരുടെയും ഫുൾ നെയിംസ്, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഫുൾ നെയിംസ് അവിടെ എഴുതി വെച്ചു. പക്ഷേ പുള്ളിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇയാൾ അതൊരു കീ ആയിട്ട് എടുത്തു. ഇയാൾ തോന്നി അത് കീ ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചു. പുള്ളി എന്നിട്ട് അതിലെ ലെറ്റേഴ്സിൻ്റെ ഓർഡർ വെച്ചാണ് ഈ സംഭവം എന്ന് പുള്ളിക്ക് മനസ്സിലായി. വേർഡ് സ്റ്റാർട്ട് ടു അപ്പിയർ ഇൻ ഹിസ് സ്ക്രീൻ, അങ്ങനെ ഒരു സംഭവമുണ്ട്. വേർഡ് സ്റ്റാർട്ട് ടു അപ്പിയർ ഇൻ മൈ സ്ക്രീൻ. അത് വായിച്ചപ്പോൾ പുള്ളിക്ക് ആ ഫുൾ വാർ അക്കൗണ്ട്സ് മനസ്സിലാകാൻ തുടങ്ങി. പുള്ളി അതിൽ ജാപ്പനീസിനെ ജാപ്സ് എന്ന് എഴുതിയതും അങ്ങനെ കുറേ സാധനമുണ്ട്. ദ ജാപ്സ് ഹാവ് ലാൻഡഡ് ഇൻ അബർഡീൻ ഐലൻഡ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇതാണ് ആക്ച്വലി ജംബിൾഡ് ലെറ്റേഴ്സ്, ഇതിനെ ഈ ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് വാർ അക്കൗണ്ട്. പുള്ളി അവിടെ നേരിടേണ്ടി വന്ന ടോർച്ചേഴ്സ്, കൂട്ടുകാരെ കൊല്ലുന്നത്, കൂട്ടുകാർ മരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ വാട്ട് ഹൊറേഴ്സ് ഹി വെൻ ത്രൂ, കംപ്ലീറ്റ് ആ അക്കൗണ്ട് അത് ക്രാക്ക് ചെയ്തപ്പോൾ കിട്ടി. ഇതിൻ്റെ ആ പ്രോസസ്സാണ് ആ ബുക്ക് ശരിക്കും പറഞ്ഞാൽ. മറ്റേ ഇതെങ്ങനെ ക്രാക്ക് ചെയ്തു, ആ ബുക്കിലുള്ള കുറച്ച് എക്സെപ്റ്റ്സ്, ഇതൊക്കെയാണ് ആ ബുക്കിൻ്റെ കണ്ടൻറ്റ്. ബുക്കിൻ്റെ പേര് ഹാർട്ട് ഓഫ് കറേജ് അങ്ങനെ എന്തോ ആണ്. ഞാനത് വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചത് ഈ റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിളാണ്. അതുകൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ റീഡേഴ്സ് ഡൈജസ്റ്റ് എപ്പിസോഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് വാർ, അപ്പോൾ എടുത്തിട്ട് പ്രയോഗിച്ചതാണ്. എനിക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാം. ബ്ലഡ് ടെലഗ്രാം, ഇന്ത്യ സീക്രട്ട് വാർ വളരെ നല്ലൊരു ബുക്കാണ്. കാരണം നമ്മൾ അങ്ങനെ വേൾഡ് ലെവലില് ഇത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു യുദ്ധമാണ്. നമുക്ക് ഇന്ത്യയിൽ പോയി പോപ്പുലറാണ് 1971 ഇൻഡോ പാക് യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ പാകിസ്ഥാനെ വളരെ മനോഹരമായി തോപ്പിച്ച ഒരു യുദ്ധം. സോ അത് ഒന്നും സ്റ്റെയിൽമേറ്റ് ആയിട്ടോ ഒന്നും പാകിസ്ഥാനെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ തോപ്പിച്ച അങ്ങനെ യുദ്ധം. പക്ഷെ അതൊരു ആരും പിന്നിലുണ്ടായിരുന്ന ഈ കൂട്ടക്കൊലയുടെ കാര്യമൊന്നും വേൾഡ് സ്റ്റേജിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം കോൾഡ് വാർ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വലിയ ആലായി. അതുകൊണ്ട് ഭയങ്കര ഡൗൺ പ്ലേ ചെയ്തിട്ട് സംഭവം. ഗീവ് എ കോണ്ടെക്സ്റ്റ്, 71 ബംഗ്ലാദേശ്, ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു സ്വതന്ത്രരാകാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ വെസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ളവരെല്ലാം ആക്ച്വലി കുറച്ച് വെളുത്ത ഹൈറ്റ് ഉള്ള മനുഷ്യരാണ്. അവർക്ക് ഈസ്റ്റ് പാകിസ്ഥാനീസിനോടുള്ള ഒരു റേസിസം. പോപ്പുലേഷൻ കൂടുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് അവർ ആക്ച്വലി ഇലക്ഷൻ ജയിച്ചു. മുജീബുർ റഹ്മാൻ ആണ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആവേണ്ടത്. പക്ഷെ ഒരു ബംഗാളി എങ്ങനെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് അവരത് കുറച്ച് റൂൾസ് ഒക്കെ കൊണ്ടുവന്ന് പാകിസ്ഥാനിലുള്ള 5 പ്രോവിൻസിലും മെജോറിറ്റി ഉണ്ടെങ്കിലേ അവാമി ലീഗിന് ഭരണം എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു റൂൾ അവർ കൊണ്ടുവച്ചു. അതിൽ ദേഷ്യം വന്നിട്ടാണ് ദാറ്റ് വാസ് എ ബ്രേക്കിംഗ് പോയിന്റ്. അതിന് മുന്നേ ഉണ്ടായിരുന്നു കുറെ പ്രശ്നങ്ങൾ. ഈ ഉറുദു നാഷണൽ ലാംഗ്വേജ് ആക്കിയപ്പം ബംഗാളീസ് സമ്മതിച്ചില്ല. 54 ഭയങ്കര ലാംഗ്വേജ് റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബംഗാളി ഇക്വലന്റ് ഭാഷയാക്കിയവർ. ആ സമയത്ത് ഇറങ്ങിയ പാകിസ്ഥാനി കോയിൻസിലൊക്കെ കാണാവുന്നത് ബംഗാളിലൊക്കെ അടിച്ചിറക്കിയ പോയിന്റ്സ് ഉണ്ട്, ബംഗാളിയിൽ അടിച്ചിറക്കിയ പോയിന്റ്സ് ഉണ്ട്. സോ എനിവേ, the East Pakistanis were very proud of their culture. അത് ആ മൂവ്മെന്റ് തകർക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് പാകിസ്ഥാനീസ് നടത്തിയൊരു കൂട്ടക്കൊല ഉണ്ടായിരുന്നു. ലൈക്ക് അവരെ സംബന്ധിച്ചോളം ഇഫ് യു ഡു നോട്ട് ഡിസ്ട്രോയ് ബംഗാളി കൾച്ചർ, ലൈക്ക് കിൽ ഓൾ ദ ഹിന്ദുസ്, കിൽ ഓൾ ദ ഇന്റലക്ച്വൽസ്. ഒരുപാട് ഫിലിം മേക്കേഴ്സ്, ഒരുപാട് ലിറ്റററി പേഴ്സണാലിറ്റീസ് ഇവരെയൊക്കെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഡൗൺ പ്ലേ ആയിട്ടുണ്ട് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്.
സോ ഈ പാകിസ്ഥാനി ആർമി കൂട്ടക്കൊല ചെയ്യുമ്പോൾ US അംബാസിഡർ ആയിരുന്നു ആർച്ചർ ബ്ലഡ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം അയച്ചു കൊടുത്ത ടെലഗ്രാമാണ് ബാക്ക് ടു US. That's the title of this the blood telegram. So പുള്ളി അതിനകത്ത് പറയുകയാണ് ലൈക്ക് വി ഷുഡ് നെവർ സ്റ്റാൻഡ് വിത്ത് ദിസ് പീപ്പിൾ ബിക്കോസ് ദേ ആർ മർഡറിങ് ദെയർ ഓൺ പീപ്പിൾ. അവർ ചെയ്യുന്ന കൂട്ടക്കൊല. According to Bangladeshi estimates, 3 million people have died. And countless women have been raped. So ഈ ഒരു scale was in the 20th century. That's just hard to think. This is in the latter half of the 20th century. World War's ശേഷം ഇങ്ങനെ ഒരു ലെവൽ ഓഫ് കാഷ്വാലിറ്റീസ് എങ്ങും ഇല്ല. അപ്പം so that's the main point of this. Again, it also talks about India's secret war. March 71 ഈ കൂട്ടക്കൊലയൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. December 71 നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒഫീഷ്യൽ. അത് ആഫ്റ്റർ പാകിസ്ഥാനി പ്രൊവോക്കേഷൻ. പക്ഷെ അതിന് മുന്നേ തന്നെ we supplying Mukti Bahini and other Bahinis groups training ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ we fed their population. ഒരുപാട് refugees. ഇതിലോട്ട് വന്ന അധികം 80% of refugees were Hindus, 20% Muslims. So it's a religious level also of persecution also. Just അല്ലാതെ ബിക്കോസ് ഹിന്ദുസിന്റെ ഇടയിലാണ് കൾച്ചർ ഉള്ളത്. കൾച്ചർ നശിപ്പിക്കണം. കൾച്ചർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നാഷണലിസം പോകുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. സമയത്ത് മുസ്ലിം പെണ്ണുങ്ങൾ വരെ പൊട്ടുവിട്ടുന്ന കാലമാണ്. It's anecdotal. ഇപ്പോഴും ഉണ്ട് അവർക്ക് സിന്ദൂരം തൊടുന്നത്. ഇന്നാള് ഇൻസ്റ്റയിൽ there was a video. So it's part of their culture. So they identified more as Bengalis than to their Islamic identity, which is opposite to what West Pakistan stood for. അവർക്ക് അവരുടെ ഐഡന്റിറ്റി മുസ്ലിംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണല്ലോ. ആൻഡ് ഇവർക്ക് അപ്പുറത്ത് അങ്ങനെയല്ല. They had a Bengali identity which they connected to more than Muslim identity. ഓക്കെയാണ്. അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനൊരു സിൻക്രറ്റിസം ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം ബംഗാളീസിന്റെ ബംഗ്ലാദേശിന്റെ ഒരു നാഷണൽ പോയറ്റ് നസ്രുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പോയറ്റാണ്. പുള്ളി എഴുതിയേക്കുന്ന അധികം കവിതകളും കൃഷ്ണനെ കുറിച്ച്. സോ ദാറ്റ് ഈസ് ഫോർ വെസ്റ്റ് പാകിസ്ഥാനീസ്. They can't think of such a thing. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫോർ ബംഗ്ലാദേശീസ് these are all intertwined. Anyway, so okay. അങ്ങനെ റെഫ്യൂജീസിനെ എല്ലാവരും ഇന്ത്യയാണ് ഫീഡ് ചെയ്തിരുന്നത്. താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലാണ് ഇൻഫ്ലക്സ് ഓഫ് റെഫ്യൂജീസ്. We give training and weapons to all these rebel groups. And then ഇന്ത്യയുടെ തന്നെ ചില ഫോഴ്സസ് ഉണ്ട്. I think it was called Establishment 22. അങ്ങനെ എന്തോ ആയിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, ഫോർവേഡ് ആക്ഷൻ ഫോഴ്സ്. അവര് ബംഗ്ലാദേശിനകത്ത് നുഴഞ്ഞു കയറി കുറെ സാബോട്ടാഷ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എൻ കോവേർട്ട് ഓപ്പറേഷൻ. എനിക്കൊരു ഇന്റർവ്യൂ ഓർമ്മയുണ്ട്. സ്നിപ്പറ്റ്സ് that come in ഫേസ്ബുക്കും യൂട്യൂബിലും. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഇന്റർവ്യൂ. And she talks about how she had asked world leaders for help because refugee നമുക്കൊരു വലിയ ക്രൈസിസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ലക്ഷക്കണക്കിന് ആൾക്കാര് ബംഗാളിലേക്ക് വരുമ്പം നമുക്ക് പ്രശ്നമുണ്ട് അതില്. നോട്ട് ജസ്റ്റ് ഇവരെ എങ്ങനെ ഫീഡ് ചെയ്യും, ഇവരെ എവിടെ താമസിപ്പിക്കും, ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും. അപ്പൊ അവർക്ക് എങ്ങനെ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇവർക്കൊരു സ്പേസ് ഉണ്ടാക്കണം. ഇന്ത്യയിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ നമ്പർ. 100-100 പേരല്ല വരുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇന്ദിരാഗാന്ധി ഇസ് ലൈക്ക്, so basically US was saying you shouldn't have involved yourself in ബാക്കിയുള്ളവരുടെ internal അതൊരു internal conflict ആയിരുന്നു. end of the day you shouldn't have involved yourself. ഞങ്ങൾ ഇൻവോൾവ് ആയതല്ല. we were involved because we had refugee problem. We asked world leaders for help. You all refused to help us, so we had to take action to protect our people. So ഇന്ദിരാഗാന്ധി അത് അങ്ങനെയാണ് സ്പിൻ ചെയ്തത്. ഞങ്ങൾ ഇന്റർഫിയർ ചെയ്ത് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നപ്പോഴാണ് ഇവരുടെ ആക്ഷൻസ് കൊണ്ട് ഞങ്ങൾ കൊളാട്രൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ റിക്വസ്റ്റഡ് പല പ്രാവശ്യം ഡെലിഗേഷൻസ് വിട്ടിട്ടും അപ്പൊ നമ്മൾ ഇന്റർഫിയർ ചെയ്തു. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്.
there was this thing of Pakistani soldiers kidnapping Bengali women and keeping them in the camps. ഇത് World War II നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. റേപ്പ് ഓഫ് നാൻകിങ് എന്നൊക്കെ ജാപ്പനീസ് ആർമി ചൈനക്കാരെ പുറത്ത് ചെയ്ത പോലെ ആ സ്കെയിലൊക്കെയാണ്. ആ സ്കെയിൽ പറയുന്നില്ല, പക്ഷെ മേ ബി അതിനൊരു ഇക്വലന്റ് വേറെ ഇല്ല ആഫ്റ്റർ വേൾഡ് വാർസ്. മോഡേൺ 20th century ആ സമയത്ത് there is no parallel to that. ശ്രീലങ്കൻ കോൺഫ്ലിക്ട് ഇസ് ഓൾസോ അത്ര ഇതൊന്നും അല്ല. ലൈക്ക് അത് അഗൈൻ ലാംഗ്വേജ് ഐഡന്റിറ്റിന്റെ ബേസിസിലാണല്ലോ ആൾക്കാരെ തിരിക്കാൻ നോക്കിയത്. ബോട്ടം ലൈൻ ഇസ് you are trying to create a national identity that everyone in the nation does not adhere to, which is not very different from what the current government is trying to do with the Hindi and ഇത് എന്നുള്ളതിന് ഒരുപാട് ഡിഫറെന്റ് ഒന്നും അല്ല. ഇപ്പൊ നാഷണൽ ലാംഗ്വേജ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പണിയൊക്കാൻ പറയും, നമുക്ക് നാഷണൽ ലാംഗ്വേജ് ഒന്നും അല്ല. അതിലും ഞാൻ I'd rather pick Tamil on my side or any other South Indian language. Why would I pick? Sri Lanka conflict is also the same thing. ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആണ് പ്രൈമറി ഐഡന്റിറ്റി. അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് കൾച്ചർ ഇല്ല. അപ്പൊ അത് പക്ഷേ people's throat. there is അതിലുമുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ മനുഷ്യന് എങ്ങനെ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത് മനുഷ്യനെ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. ഇപ്പൊ നമ്മൾ മലയാളികളും മലയാളിയുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറയും, അതിന്റെ ഇടയിൽ പറയും തെക്കനെയും പാമ്പിനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ തെക്കനെ ആദ്യം തല്ലണം എന്ന് പറയും. അത് ശരിയാ. പക്ഷെ പൊളിറ്റിക്കൽ ഇതിലെ ലെവലിൽ അതിപ്പം സാധാരണക്കാരായി നമുക്ക് അങ്ങനെ പലതും അടിച്ചുവിടാം. when you're in a position of power, ഒരു നിയമസഭയിൽ ചെന്ന് പറയേണ്ട കാര്യമല്ല അത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പൊളിറ്റീഷ്യൻ നിയമസഭയിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് സപ്പോർട്ട് ചെയ്യും? ശ്രീലങ്കയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ പറയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു നാടൻ പ്രയോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? എന്ന് വെച്ച് തെക്കനെ കണ്ട കൊല്ലണം ആരും അതല്ലല്ലോ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ ശ്രീലങ്കയിലെ പ്രൈമറി ഇഷ്യൂസ് അവർ പറഞ്ഞു അല്ല ഇനി സിംഹളീസ് ആണ് നമ്മുടെ ഭാഷ, കഴിഞ്ഞു, ഇനി നമ്മൾ എല്ലാവരും സിംഹളീസ് പഠിക്കണം. അതായത് തമിഴ് പോപ്പുലേഷൻ ഡിഡ് നോട്ട് സ്റ്റാൻഡ് എ ചാൻസ് അവിടെ. തമിഴന്മാരെ ഇന്ത്യൻ റെഫ്യൂജീസ് ആയിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. എത്ര കൊല്ലമായിട്ടുള്ളതാണ്, എത്ര കൊല്ലമായിട്ടുണ്ടല്ലോ. അവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഈസ്റ്റേൺ തമിഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, എസ്റ്റേറ്റ് തമിഴന്മാർ എന്ന് പറയുന്നത്. അവര് 18th century 19th century ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നേ. അവരാണ് റീസെന്റ് സെറ്റിലേഴ്സിനൊക്കെ. അല്ല അതിന് മുമ്പും ഉണ്ടായിരുന്നല്ലോ. അല്ല അതിന് ഈ ചേരന്മാരുടെ കാലം തൊട്ട് അതാണ് നോർത്തേൺ തമിഴ്സ് ജാഫ്ന. ഈസ്റ്റേൺ തമിഴ്സിനെ കുറെ പേരെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടു. ഇന്ത്യക്കാരായിട്ട് കരാറൊക്കെ ഉണ്ടായിരുന്നു. എൻജാമി തമിഴ് മുസ്ലിംസ് ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് അവിടെ. എനിക്ക് പേര് മറന്നു, അവർക്ക് ഒരു പ്രത്യേക പേരുണ്ട് അവർക്കായിട്ട്. അപ്പൊ ഇത് ഞാൻ 1-2 ബുക്സ് അഗൈൻ ഈ വാർ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 ആഴ്ചത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വായിച്ച 2 നമ്മുടെ 7 Moons of മാലിയൽമേദായിട്ട്, അതും പിന്നെ ഒരു ടീ ടൈം വിത്ത് സിനമൺ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് ഹാർട്ടഡ് ഒന്നും അല്ല, കാരണം ദർ ആർ സെക്ഷൻസ് ഇറ്റ് ടോക്സ് അബൌട്ട് ശ്രീലങ്കൻ റെഫ്യൂജീസ് ഇൻ ഓസ്ട്രേലിയ. അതൊരു ഓസ്ട്രേലിയൻ ഓത്തറാണ്, ശങ്കരി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അതില് ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ നാട്ടിലുണ്ടായ സംഭവം. അതായത് ഒരു വയസ്സായ ഒരു ഓൾഡ് ഏജ് ഹോമിലുള്ള ഒരാളുടെ കഥയാണത് പറയുന്നത്. അപ്പം അയാളുടെ നാട്ടില് ഹി വാസ് വെരി വെൽ ഓഫ് ശ്രീലങ്കൻ തമിഴ് ഫാമിലിയാണ്. ആൻഡ് അവരുടെ ഒരു മകളെ ഇതില് ഒരു ഡോക്ടർ ഉണ്ട്. ആ കുട്ടി ഈ ഇതില് വോർട്ടോൺ ഭാഗത്ത് ഷീ സ്റ്റാർട്ട്സ് വർക്കിംഗ്. പക്ഷെ പുള്ളിക്കാർക്ക് ഈ സിംഹളീസ് ആർമി കൊണ്ടുപോയിട്ട് ടോർച്ചർ ചെയ്യുന്ന കുറെ സീക്വൻസസ് അതിലുണ്ട്. ആൻഡ് ഇറ്റ്സ് അൺബിലീവബിൾ ദ കൈൻഡ് ഓഫ് ടോർച്ചർ പീപ്പിൾ ഗോ ത്രൂ. എനിക്ക് പറയാൻ പോലും, യു കനോട്ട് ഈവൻ ഇമാജിൻ പീപ്പിൾ കെൻ ആക്ച്വലി ഡൂ ദാറ്റ് ടു അതർ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ലെവൽ ഓഫ് ടോർച്ചർ ആണ്. ആൻഡ് ഇതില് I was talking to ഒരു തമിഴ് ഫ്രണ്ട് ഓഫീസില്. ഷീ സേസ് ദിസ് വാർ 20 വർഷം നിങ്ങളുടെ തൊട്ടപ്പുറത്താണ്, നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും എന്താ പറയാ hundreds of kilometers away എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. അതിന്റെ
നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് മേ ബി ബിക്കോസ് ഐ വാസ് എ ചൈൽഡ്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് അൺബിലീവബിൾ. ഇതിൽ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. LTT, സിംഹളീസ്, അവിടെ വർക്ക് ചെയ്യാൻ വന്നിരുന്ന UN ആർമി, എല്ലാവരും കൂടെ കൂട്ടിക്കുഴച്ച് കുളം തോണ്ടിയ ഒരു കാര്യമാണിത്. ഒരിക്കൽ ഒരു ക്യാബ് ഡ്രൈവർ സിംഗപ്പൂരിയൻ തമിഴ്, he tells me this thing that Colombo was an up and coming port ആയിരുന്നു. 20 വർഷത്തെ ഇതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്, ബിക്കോസ് ഇറ്റ് വാസ് an unstable port. സിംഗപ്പൂരിനേക്കാളും വലിയൊരു പോർട്ടായി മാറിയതിന് ഇഫ് none of these things were, it's a what if scenario ആണ്, because geographically Colombo was better placed than Singapore. സിംഗപ്പൂർ ഗവൺമെന്റിന് സന്തോഷമായിരുന്നു സിംഗപ്പൂർ ആ 20 വർഷത്തിൽ they made money. LTT കുറിച്ച് പറഞ്ഞത് ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ, അത് എല്ലാവരും കൂടെ ചേർന്ന് കുളമാക്കിയതാണ്. അപ്പം LTT പലപ്പോഴും ഇന്ത്യയിലുള്ള പെർസെപ്ഷൻ വെച്ച് LTT ആർ ദ ഗുഡ് ഗൈസ് എന്നുള്ളത്. ഈ തമിഴ് റിബൽ ഗ്രൂപ്പ്സിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ERPLF, ടീലോസ്, പ്ലോട്ട്, അങ്ങനെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഇവരെ കൊന്നൊടുക്കിയിട്ടാണ് LTT ഈ മുൻപന്തിയിൽ എത്തിയത്. ചില ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, മാൽഡീവ്സ് ഒക്കെ പിടിച്ചെടുത്ത ചില ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇന്ത്യ ഇന്റർവീൻ ചെയ്തിട്ട് പിന്നെ അവരെ ഇറക്കി വിട്ടതാണ്. So yeah, everyone is back. So, if you want to learn about Sri Lanka civil war, I would suggest 7 Moons of Mali Almeida. It's a fresh perspective, especially 7 Moons of Mali Almeida. അതിങ്ങനെ കുറച്ചൊരു ഷഹാൻ കർണത്തിലൊക്കെ അതിന് ബുക്കർ പ്രൈസ് കിട്ടിയില്ലായിരുന്നു. മാൻ ബുക്കർ പ്രൈസ്. അത് it's a part, I mean it's based on real life, but it's also അവരുടെ ശ്രീലങ്കൻ folklore അതിൽ വരുന്നുണ്ട്. 7 ദിവസം എന്തോ ഉണ്ടല്ലേ ഒരു ആത്മാവിനെ മരിച്ചു കഴിഞ്ഞാല്. അപ്പൊ മാലി അൽമേദ ഒരു ഫോട്ടോഗ്രാഫർ ആണ്. അപ്പം അയാള് മരിച്ചു കഴിഞ്ഞിട്ട് he gets 7 days before he needs to transition out of afterlife. അപ്പൊ അതിലവരിങ്ങനെ അയാൾ കുറെ പലതരത്തിലുള്ള ഭൂതങ്ങളെയൊക്കെ കാണും. He's trying to solve his own death, right? എങ്ങനെ മരിച്ചത് അയാൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ അയാളെ ആരാണ് കൊന്നത് അതൊക്കെ അയാൾക്ക് കണ്ടുപിടിക്കണം. ആൻഡ് അതിന്റെ ഇടയ്ക്കിടെ he tries contacting his best friend and girlfriend. അല്ല, അയാൾ ഗേ ആണ് ആക്ച്വലി, അതുകൊണ്ട്. ആൻഡ് ഇൻ 1970s being gay is criminal in Sri Lanka. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ അത് അങ്ങനത്തെ ചില സോഷ്യൽ കമന്ററീസും ആ ബുക്കിൽ വരുന്നുണ്ട്. ആൻഡ് അതിലൂടെ നമ്മൾ ഇയാളുടെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് which he thinks would the reality of the war പുറത്തു കൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫ്. അതുകൊണ്ടാണ് ഇയാളെ കൊന്നതെന്ന് ഇയാൾക്ക് ഇൻ ബിറ്റ്വീൻ ആൾക്ക് മനസ്സിലാവും. ഈ ഫോട്ടോഗ്രാഫ്സിലേക്ക് ഈ ഫ്രണ്ട്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് മിസ്റ്ററി, ഇറ്റ്സ് ഹൊറർ എലമെന്റ്സ് ഉണ്ട് അതില്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് റീഡ്, നോട്ട് എ ലൈറ്റ് റീഡ് ഓൾസോ. ഇൻട്രസ്റ്റിംഗ് ഹെവി റീഡ് ആണ്. ഇനി ഏതെങ്കിലും വാർ ബുക്സ്? I have military history and all, പക്ഷേ fit with that poem. ഷോർട്ട് സ്റ്റോറി ഒരു സ്റ്റോറി പറഞ്ഞു. സോറി, ഒരു I've met ഒരു റെഫ്യൂജി ഇൻ ദി സെൻസ് നമ്മുടെ പ്രായമുള്ള ആളാണ്. വിയറ്റ്നമീസ് ഒറിജിൻ ആണ്. He's my occupational therapist. I knew he was Vietnamese and I ഓസ്ട്രേലിയയിൽ a lot of immigrants. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറി, പുള്ളിയുടെ സ്റ്റോറിയാണിത്. പുള്ളിയുടെ അച്ഛനും അമ്മയും 2 ബോയ്സ് ആണ് ഇവര്. അച്ഛൻ വന്നില്ല, വിയറ്റ്നാം വാർ നടക്കും. അമ്മ ഈ 2 കുട്ടികളെയും കൊണ്ടിട്ട് ബോട്ടിൽ കയറി ഇങ്ങോട്ട് വന്നിട്ട് ഹിസ് ഏർലിയസ്റ്റ് മെമ്മറീസ് ഓഫ് ലിവിംഗ് ഇൻ എ ടെന്റ്. പുള്ളിയുടെ ചോദിച്ചു ഹൗ ഡു യു റിമെമ്പർ? അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വി ഹാഡ് ഫുഡ്, വി വർ ലിവിംഗ് ഇൻ എ ടെന്റ്. ഭക്ഷണം, കളിക്കാൻ കുറേ പിള്ളേരുണ്ടായിരുന്നു എനിക്ക്. ആൻഡ് സോ ഡിഫിക്കൽട്ട് ഫോർ യുവർ മദർ. ദേ വർ ലൈക്ക് 5. എന്റെ കുട്ടികളുടെ പ്രായം, വെരി യങ് ചിൽഡ്രൻ, 4 and 8, 7 അങ്ങനെയുള്ള 2 പിള്ളേരെയും കൊണ്ട് അമ്മ ഒറ്റയ്ക്ക് വിയറ്റ്നാമിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എന്തോ വന്നിട്ട് ഇവിടെ ഒരു ടെന്റിൽ കുറേ കാലം 4-5 വർഷം ദിവർ ലിവിംഗ് ഇൻ എൻ റെഫ്യൂജി ക്യാമ്പിൽ. ടെന്റ് അല്ല, റെഫ്യൂജി ക്യാമ്പിൽ ജീവിച്ച്
what struck me is it must have been really difficult for her to make the decision to leave her husband behind to move here. She moved here, she built a life for them, she protected these children from all the horrors of war, and his memories of the refugee camp are very happy memories. നിറയെ കളിക്കാനൊക്കെ നിറയെ പിള്ളേരൊക്കെ നല്ല നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് സ്കൂൾ കഴിഞ്ഞാൽ ഇവര് തന്നെ ഇവിടെ തന്നെ ഉണ്ട് കളിക്കാനായിട്ട്, നമുക്ക് വേറെ എവിടെയും പോകുമൊന്നും വേണ്ടായിരുന്നു. And she built a life. As adults, what they go through എന്നുള്ളത് എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി. പുള്ളിയുടെ അമ്മയുടെ സ്റ്റോറി എനിക്ക് somebody who made it despite all these hardships. He's one of those people who has made it, who's living a happy life now. അന്ന് അമ്മ സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ you don't know, he probably wouldn't have survived. അച്ഛൻ എന്തുകൊണ്ട് വന്നില്ല, പിന്നെ ഞാൻ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല, asking whether he's പിന്നെ അച്ഛൻ പിന്നെ വന്നോന്നൊന്നും ഞാൻ ചോദിച്ചില്ല. I don't think he ever knew. അപ്പോൾ we just discussed about the war books. മിക്കവാറും എല്ലാത്തിൻ്റെയും അണ്ടർലൈങ് തീം സെയിം തന്നെയാണ്, ദ ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻവോൾവ് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അണ്ടർലൈങ് തീം. അപ്പോൾ decisions are made by a different set of people and the casualties are a different set of people. That's the sad part about wars. So എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. This is Edapuram signing off. This is Sandeep, Krishnakumar, Anup and Srilekha. Bye-bye. Hi.